Benign tumors of connective tissue origin. Benign tumors of connective tissue origin വരുന്നവരാണ് ഫൈബ്രോമ, പയോജനിക് ഗ്രാനുലോമ, giant cell fibroma, lipoma, central giant cell granuloma, verruciform xanthoma, and hemangioma. Hemangioma is a benign connective tissue tumor, whereas അതിൻ്റെ malignant version ആണ് angiosarcoma. Fibroma is the most common neoplasm in the oral cavity. It is an elevated ആയിരിക്കും, നോർമൽ കളറാണ്, സെസൈലാണ്. അതുപോലെ തന്നെ ഇഫ് ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഇൻഫ്ലേംഡ് ആൻഡ് അൾസറേറ്റഡ്. അതർവൈസ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്താണ്, ഫേം ആൻഡ് റിസൈലൻറ്റ് ഓർ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആണ്. കമ്മിങ് ഓൺ ടു ദ ഹിസ്റ്റോളജി, ഫൈബ്രോമയുടെ ഹിസ്റ്റോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ നമ്മൾ എപ്പിത്തീലിയം നോക്കുകയാണെങ്കിൽ എട്രോപ്പിക് ആയിരിക്കും, ഡൗൺ നോക്കുകയാണെങ്കിൽ ലാർജ് ബണ്ടിൽസ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് കാണാം. ഫൈബ്രോമിയല്ലേ, അത് ഫൈബ്രോബ്ലാസ്റ്റിൻ്റെ പ്രൊളിഫറേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബ്രസ് ഹൈപ്പർപ്ലേസിയ, അപ്പോൾ ഇവിടെ ഇറ്റ് വിൽ റിഗ്രസ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ദ സ്റ്റിമുലസ് ഓർ ദ ഇറിറ്റൻറ്റ്. ഇൻ കേസ് ഓഫ് ഫൈബ്രോമ റിഗ്രഷൻ ഓഫ് ദ ട്യൂമർ, റിഗ്രഷൻ ഓഫ് ദ ബിനൈൻ ട്യൂമർ ഉണ്ടാവില്ല. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈബ്രസ് ഹൈപ്പർപ്ലേസിയ ആൻഡ് ഫൈബ്രോമ. പെരിഫറൽ ഓസിഫൈങ് ഫൈബ്രോമ, ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് ലീഷൻ ഓഫ് ജിഞ്ചൈവ ആണ്. ആ പിക്ചർ നിങ്ങൾ നോക്കുക, ഒരു റിയാക്റ്റീവ് ലീഷൻ ഓഫ് ജിഞ്ചൈവ ആയിട്ട് ഒരു ഇൻറ്റിഡൻ്റൽ പാപ്പിലയുടെ ഇടയിൽ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിസ്റ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ജൈൻറ്റ് സെൽസ് കാണാം. അവരെ ഫൈബ്രോബ്ലാസ്റ്റിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഓസ്റ്റോയിഡ് ഓർ ട്രബക്കിലെ ഓഫ് ബോൺ ഇസ് ഓൾസോ വിസിബിൾ ആണ് ആ പെർട്ടിക്കുലർ പിക്ചറിൽ. സെൻട്രൽ ഓസിഫൈങ് ഫൈബ്രോമ, പെരിഫറൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൻട്രലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സെൻട്രൽ ഓസിഫൈങ് ഫൈബ്രോമയ്ക്ക് വേറെ ടേമോഡുണ്ട്, സെൻട്രൽ സിമെൻറ്റ് ഓസിഫൈങ് ഫൈബ്രോമ. ഇത് ഒരു വിത്തിൻ ദ ബോൺ നിയോപ്ലാസമാണ്, ഇൻട്രാ ഓഷ്യസ് നിയോപ്ലാസമാണ്. മോസ്റ്റ്ലി സെൻട്രൽ ഓസിഫൈങ് ഫൈബ്രോമ കാണുന്ന എവിടെയാണെന്നാണ് MCക്ക് ചോദിച്ചിട്ടുള്ളത്, മാൻഡിബിൾ ദാൻ മാക്സില, ആൻഡ് ഫീമെയിൽസ് കമ്പയർഡ് ടു മെയിൽസ് ആണ്. അപ്പോൾ ഇത് മെയിൻലി എസിംപ്റ്റോമാറ്റിക് സ്വെല്ലിംഗ് ആണ്, സ്ലോലി ഗ്രോയിങ് ആയിരിക്കും. അപ്പോൾ ആസ് ദ റിസൾട്ട് ഓഫ് ഗ്രോത്ത് കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ടീത്ത് സംഭവിക്കാം. കോർട്ടിക്കൽ പ്ലീറ്റ്സ് ആൻഡ് ഓവർലൈൻ മ്യൂക്കോസ വിൽ ബി ഇൻടാക്റ്റ് ആയിരിക്കാം. റേഡിയോളജിക്കലി നോക്കുകയാണെങ്കിൽ ആദ്യം റേഡിലൂസൻ്റ് ആയിരിക്കും ലീഷൻ. കുറച്ച് കഴിയുമ്പോൾ ആ റേഡിലൂസൻ ഏരിയ വിൽ ബിക്കം ഫ്ലെക്ഡ് വിത്ത് ഒപ്പേസിറ്റീസ്. ആ ബോൺ ഡെപ്പോസിഷൻ കാണിക്കുന്നത് ഒപ്പേസിറ്റീസ് കണ്ടു തുടങ്ങും. മെച്ചുവേർഡ് ആയിട്ടുള്ള സ്റ്റേജ് ആകുമ്പോൾ യൂണിഫോം ആയിട്ടുള്ള റേഡിയോപിക് മാസ് ആണ്. ഈ ഗ്രോത്ത് ഓഫ് ദ സെൻട്രൽ ഓസിഫൈങ് ഫൈബ്രോമ ഒരു സെൻട്രിഫ്യൂഗൽ ഗ്രോത്ത് പാറ്റേൺ ആണ്. ആ റേഡിയോഗ്രാഫിയിൽ നിങ്ങൾ നോക്കുക, ദർ ഇസ് എൻ ഔട്ട്ലൈൻ ഓഫ് ദ ഇൻഫീരിയർ ബോർഡർ ഓഫ് ദ മാൻഡിബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫൈബ്രസ് ഡിസ്പ്ലേസി ആയിട്ട് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വരുന്നതെന്ന് വെച്ചാൽ, ഫൈബ്രസ് ഡിസ്പ്ലേസിയയിൽ ആ കണ്ടിന്യൂവേഷൻ വിൽ ബി ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, ബോർഡർ കണ്ടിന്യൂവേഷൻ വിൽ ബി ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചോദിക്കാറുണ്ട്. സെൻട്രൽ ഓസിഫൈങ് ഫൈബ്രോമ ഡിഫറൻഷ്യേറ്റിംഗ് ഫ്രം ഫൈബ്രസ് ഡിസ്പ്ലേസിയ, ബോർഡറാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് റേഡിയോഗ്രാഫിക്കലി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണുന്നത് ഡൗൺവേർഡ് ബോയിങ് ഓഫ് ദ ഇൻഫീരിയർ ബോർഡർ ഓഫ് മാൻഡിബിൾ ആണ് ഇൻ കേസ് ഓഫ് സെൻട്രൽ ഓസിഫൈങ് ഫൈബ്രോമ. ഹിസ്റ്റോളജി നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്സ്ചർ ഓഫ് ബോണി ട്രബിക്കലി ആൻഡ് സിമെൻറ്റം ലൈക്ക് സ്പെര്യൂൾസ് ഉണ്ട് ഇൻ കേസ് ഓഫ് സിമെൻറ്റ് ഓസിഫൈങ് ഫൈബ്രോമ. സിമിലർ ടു പെരിഫറൽ ഓസിഫൈങ് ഫൈബ്രോമ തന്നെയാണ്. പെരിഫറൽ ജൈന്റ് സെൽ ഗ്രാനുലോമ ഓർ ജൈന്റ് സെൽ എപ്യുലിസ് എന്ന് വിളിക്കും, ഓർ പെരിഫറൽ ജൈന്റ് സെൽ ട്യൂമർ. അത് ആദ്യമേ ഇതിൻ്റെ എത്തിയോളജി പറയുന്നത് ഇതൊരു ട്രൂ നിയോപ്ലാസമാണ്. ആ പിക്ചറാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോഴാണത് ട്രോമയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ആൻഡ് അൺയൂഷ്വൽ പ്രോളിഫറേഷൻ വിത്ത് റെസ്പോൺസ് ടു ദ ടിഷ്യൂ ടു ഇഞ്ചുറിയാണ് മെയിനായിട്ട് പെരിഫറൽ ജൈന്റ് സെൽ ഗ്രാനുലോമ. ഹിസ്റ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ജൈന്റ് സെൽസ്. അപ്പോൾ ജൈന്റ് സെൽ ഗ്രാനുലോമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ജൈന്റ് സെൽസ് ഉണ്ടാവും. അപ്പോൾ ഹിസ്റ്റോളജിയിൽ നോക്കുക, നിങ്ങൾ ആ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് എട്രോപ്പിക് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ട്. ഡൗണിൽ കണക്റ്റീവ് ടിഷ്യൂവിൽ ജൈന്റ് സെൽസ് ഉണ്ടാവും. ജൈന്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മൾട്ടിപ്പിൾ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസാണ്. Along with that, chronic inflammatory cells are present, delicate reticular and fibral connective tissue stroma, blood capillaries with the extravasated RBCs ഉണ്ടാവും. അതുപോലെ തന്നെ ഫൈബ്രോബ്ലാസ്റ്റ് ഓൾസോ. ലൈപ്പോമ ഈസ് ദ യൂണിവേഴ്സൽ ട്യൂമർ. എവിടേക്കാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉള്ളത് അവിടെയെല്ലാം യൂണിവേഴ്സലി പ്രസൻ്റ് ആയിട്ട് ലൈപ്പോമ, ബിനൈൻ ട്യൂമർ ഓഫ് ഫാറ്റ് പ്രസൻ്റ് ആണ്. നമ്മൾ സ്റ്റാർവേഷൻ നടത്തിയാലും ബാക്കി ബോഡി പാർട്സിലെല്ലാം ഫാറ്റ് ലൂസാവും, പക്ഷേ ലൈപ്പോമയിലെ ഫാറ്റ് മാത്രം ലൂസാവില്ല. അപ്പോൾ ക്ലിനിക്കലി കാണുകയാണെങ്കിൽ സൂപ്പർഫിഷ്യലാണിത്, അതുപോലെ ഡിഫ്യൂസ് ആയിട്ടും കാണാം, ഡീപ്പറായിട്ടും കാണാം, അതുപോലെ തന്നെ എൻകാപ്സുലേറ്റഡ് ആയിട്ടും കാണാം.
മൾട്ടിപ്പിൾ ആയിട്ട് ഹെഡ് ആൻഡ് നെക്ക് ലൈപ്പോമാസ് ഏതൊക്കെ ലീഷൻസിലാണ് കാണാമെന്ന് ചോദിക്കാറുണ്ട് MCQ. ഗാർഡ്നർ സിൻഡ്രോം, എൻസെഫാലോ ക്രേനിയോ ക്യൂട്ടീനിയസ് ലൈപ്പോമെറ്റോസിസ്, മൾട്ടിപ്പിൾ ഫെമീലിയൽ ലൈപ്പോമെറ്റോസിസ് ആൻഡ് പ്രോട്ടിയസ് സിൻഡ്രോം. ഇതിൽ ഗാർഡ്നർ സിൻഡ്രോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് MCQയിൽ ഓപ്ഷൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഹിസ്റ്റോളജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഫാറ്റ് ടിഷ്യൂവിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഒരു ക്ലിയർ സെല്ലായിരിക്കും, സൈഡിൽ പെരിഫറലി മാത്രം ന്യൂക്ലിയസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പിക്ചർ നോക്കുകയാണെങ്കിൽ സ്ട്രാൻഡ്സ് ഓഫ് കൊളാജൻ ഇൻ്റർമിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ മിച്ചർ ഫാറ്റ് സെൽസ് ഉണ്ടാവും. ഹൈബർനോമ ഈസ് ദ ബിനൈൻ ന്യൂപ്ലാസം ഓഫ് ദ ബ്രൗൺ ഫാറ്റ് ആണ്. ബ്രൗൺ ഫാറ്റിൻ്റെ ന്യൂപ്ലാസം ആയിട്ടാണ് ഹൈബർനോമ അറിയപ്പെടുന്നത്. ഓറൽ അല്ലെങ്കിൽ പാരാ ഓറൽ റീജിയനിൽ കാണും. അത് ആരാണ് കോയിൻ ടേം ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. ഗ്രേ കോയിൻ ദ ടേം ഹൈബർനോമ ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിസെംബ്ലൻസ് ടു ബ്രൗൺ ഫാറ്റ് ഓഫ് ഹൈബർനേറ്റിംഗ് ആനിമൽസ്. അവരുടെ ഈ ഹൈബർനേറ്റിംഗ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ബ്രൗൺ ഫാറ്റിനോട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ദിസ് ടൈപ്പ് ഓഫ് ലീഷന് ഹൈബർനോമ എന്ന് പറയുന്നത്. ബിനൈൻ ന്യൂപ്ലാസം ഓഫ് ബ്രൗൺ ഫാറ്റ്. Coming on to chondroma, it's a most common benign tumor of the bone is osteochondroma. അപ്പോൾ benign tumor of bone most commonly ഏതാന്ന് ചോദിച്ചാൽ ഓസ്റ്റിയോകോൺഡ്രോമയാണ്. യു ക്യാൻ സി ഹിസ്റ്റോളജിക്കലി എങ്ങനെയാണ് ഓസ്റ്റിയോകോൺഡ്രോമ, അതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ mass of hair and cartilage, may exhibit areas of calcification or areas of necrosis also. Clinically they will be slowly progressive swelling ആയിരിക്കാം. ആ ഗ്രോ ചെയ്യുന്ന ഭാഗത്തെ ടൂത്ത് ലൂസായിട്ട് കാണപ്പെടും. Another important benign tumor is hemangioma. അതിൻ്റെ സാർക്കോമാറ്റസ് ഫോമാണ് ആൻജിയോസാർക്കോമ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹിമാൻജിയോമ രണ്ട് തരത്തിലുണ്ടാവും. കഞ്ചനൈറ്റലായിരിക്കാം ബൈ ബർത്ത്, വിച്ച് ഇസ് അതർവൈസ് നോൺ എസ് സ്ട്രോബെറി നീവസ് എന്നാണ് പറയുക. വെറസ് വാസ്കുലർ മാൽഫോർമേഷൻ ആയിട്ടും, അതായത് ഡെവലപ്പ് ചെയ്യുന്ന വെസൽസിൻ്റെ മോർഫോജെനിസിസിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നാലും ഹിമാൻജിയോമ ഉണ്ടാവും. അതാണ് വാസ്കുലർ മാൽഫോർമേഷൻ. രണ്ട് തരത്തിലുള്ള ഹിമാൻജിയോമാസും ലോക്കലി ഇൻവേസീവ് ആണ്. ഇനി എന്താണ് കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ കഞ്ചനൈറ്റൽ ഹിമാൻജിയോമ ആൻഡ് വാസ്കുലർ മാൽഫോർമേഷൻ? കഞ്ചനൈറ്റൽ ആണെങ്കിൽ അബ്നോർമാലിറ്റി ഓഫ് എൻഡോത്തീലിയൽ സെൽ പ്രോളിഫറേഷനിൽ വരുന്ന പ്രോബ്ലമാണ്. വെറസ് വാസ്കുലർ മാൽഫോർമേഷൻ ആണെങ്കിൽ വെസലിൻ്റെ മോർഫോജെൻസിസിൽ വരുന്ന പ്രോബ്ലമാണ്. വെറസ് കഞ്ചനൈറ്റലിൽ ഡ്യൂ ടു ഇൻക്രീസ് നമ്പർ ഓഫ് കാപ്പിലറീസ് പറഞ്ഞു. വാസ്കുലർ മാൽഫോർമേഷനിൽ ഡയലേഷൻ ഓഫ് ദ ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ് ആണ്. കഞ്ചനൈറ്റൽ കുറച്ച് ബർത്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിസപ്പിയർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് അപ്പിയർ ചെയ്യുന്നതും ആഫ്റ്റർ ബർത്ത് തന്നെയാണ്. വാസ്കുലർ മാൽഫോർമേഷൻ പ്രസൻറ്റ് അറ്റ് ബർത്തിൽ തന്നെ ഉണ്ടാവും. ഹിമാൻജിയോമ പല ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഏത് വെസലാണ് ഇൻവോൾവ്. കാപ്പിലറി വെസലാണെങ്കിൽ കാപ്പിലറി ഹിമാൻജിയോമ, കവർനസ് ആണെങ്കിൽ കവർനസ് ഹിമാൻജിയോമ, ഹൈഫർട്രോപ്പിക്, റേസ്മോസ്, ഡിഫ്യൂസ് സിസ്റ്റമിക്, മെറ്റസ്റ്റസൈസിങ്, നീവസ് വീനസ് ഓർ പോർട്ട് വെയിൻസ്റ്റീൻ, ഹെറിഡിറ്ററി ഹിമറേജിക് ടെലങ്ജിക്ടീസിയ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് കാപ്പിലറി ഹിമാൻജിയോമ എന്താണ്, കവർനസ് എന്താണ്, അതുപോലെ തന്നെ ലാസ്റ്റ് രണ്ടെണ്ണം പോർട്ട് വെയിൻസ്റ്റീൻ എന്താണ്, ഹെറിഡിറ്ററി ഹിമറേജിക് ടെലങ്ജിക്ടീസിയ എന്താണെന്നാണ്. ഇൻ കേസ് ഓഫ് കാപ്പിലറി ഹിമാൻജിയോമ നമുക്ക് ക്ലിനിക്കലി കാണുന്ന ഒരു സിംറ്റമാണ് പൾസേഷൻ ഓർ നംനെസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പൾസേഷൻ ഓർ നംനെസ് ക്യാൻ ബി സീൻ ഓൺലി ഇൻ കേസ് ഓഫ് കാപ്പിലറി ഹിമാൻജിയോമ. ഡയഗ്രമാറ്റിക് റെപ്രസേഷൻ കാണിക്കുന്നത് കവർനസ് ആൻഡ് കാപ്പിലറി ഹിമാൻജിയോമാണ്. ഞാൻ പറഞ്ഞു കാപ്പിലറി ഹിമാൻജിയോമ ആണെങ്കിൽ എൻഡോത്തീലിയൽ സെൽ പ്രോളിഫറേഷൻ ഓഫ് കാപ്പിലറീസ് ആണ് കാണുക കണക്റ്റീവ് ടിഷ്യൂല്. വേറസ് കവർനസ് ഹിമാൻജിയോമ ആണെങ്കിൽ യു ക്യാൻ സി കണക്റ്റീവ് ടിഷ്യൂൽ എന്താണ് ലാർജ് ഡയലേറ്റഡ് ബ്ലഡ് സൈനസസ് ആണ് ഫിൽഡ് വിത്ത് ബ്ലഡ്, കവർനസ് സൈനസസ്. കമ്മിങ് ഓൺ ടു ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻ, ദറ്റ് ഇസ് പോർട്ട് വൈൻസ്റ്റീൻ, അതായത് സ്റ്റർച്ച് വെബർ സിൻഡ്രോം ഓർ എൻസെഫാലോ ട്രൈജമനൽ ആൻജിയോമെറ്റോസിസ് ഒരു വേരിയൻറ്റ് ഓഫ് ഹിമാൻജിയോമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ടൈപ്പ് ഓഫ് ഹിമാൻജിയോമയാണ്. ഇറ്റ് ഈസ് വാസ്കുലർ മാൽഫോർമേഷൻ ഓഫ് ലെപ്റ്റോമെനിഞ്ചസ്. അപ്പോൾ ലെപ്റ്റോമെനിഞ്ചസിൻ്റെ വാസ്കുലർ മാൽഫോർമേഷനിൽ വരുന്നതാണ്. അപ്പോൾ ലെപ്റ്റോമെനിഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രേനിയത്തിൽ നമുക്ക് മെനിഞ്ചസ് ഉണ്ട്, ഒരു കവറിങ് മാതിരി മെനിഞ്ചൽ ഫ്ലൂയിഡിന്. അപ്പോൾ ആ മെനിഞ്ചസിന് വരുന്ന ലെപ്റ്റോമെനിഞ്ചസിന് വരുന്ന വാസ്കുലർ മാൽഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന കുറേ സിംറ്റംസ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പോർട്ട് വൈൻസ്റ്റീൻ, അതായത് ട്രൈജമൈനൽ നെർവിൻ്റെ അതിൻ്റെ കോഴ്സിൽ ഫേസിൽ വരുന്ന കോഴ്സിൻ്റെ റീജിയനിലെല്ലാം സ്റ്റെയിനിങ് ഉണ്ടാവും, വിച്ച് ഇസ് നോൺ ആസ് പോർട്ട് വൈൻസ്റ്റീൻ. ആ പിക്ചർ നോക്കുക. അതർ ദാൻ ദാറ്റ് ആൻജിയോമെറ്റോസിസ് ഓഫ് ഫേസ്, ലെപ്റ്റോമെനിഞ്ചൽ ആൻജിയോമാസ് കാണാം, കോൺട്രലാറ്ററൽ ഹെമിപ്ലെജിയ, മാസീവ് ജിഞ്ചൈവൽ ഗ്രോത്തുകൾ കാണാം, എസെൻമെട്രിക് ജോ ഗ്രോത്ത് കാണാം. അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കാറുണ്ട് സ്റ്റർച്ച് വെബർ സിൻഡ്രോമിൻ്റെ. അതുപോലെ തന്നെ പോർട്ട് വൈൻസ്റ്റീൻ ഏത് ഡിസീസിലാണ് കാണാമെന്ന് ചോദിക്കാറുണ്ട്. മെയിൻലി സ്റ്റർച്ച് വെബർ സിൻഡ്രോമിലാണ് പോർട്ട് വൈൻസ്റ്റീൻ.
ലാസ്റ്റ് വേരിയൻ്റ് ഓഫ് ഹിമാൻജിയോമ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹെറിഡിറ്ററി ഹെമറേജിക് ടിലൻജിക്ടീസിയ അതർവൈസ് നോൺ ആസ് ഓസ്ലർ വെബർ റെൻഡു സിൻഡ്രോം ഓർ ഓസ്ലർ ഡിസീസ്. അതൊരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ മെയിൻലി എഫക്റ്റിംഗ് ഏത് ജീനാണെന്ന് ചോദിക്കാറുണ്ട്. എൻഡോഗ്ലിൻ ജീൻ ഓർ ALK1 ജീൻ ഡിഫക്റ്റ് ആണ്. അത് ഓർത്തിരിക്കേണ്ടത് നമ്മൾ മെയിനായിട്ട് ജീൻസ് ഒക്കെ ഓർത്തിരിക്കുക നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയിലാണ്. റിവൈസ് ചെയ്യുന്നതോറും നമുക്കത് ഓർമ്മ നിൽക്കും. ആൻഡ് ഈ പെർട്ടിക്കുലർ ഓസ്ലർ ഡിസീസിൻ്റെ ട്രയാഡ് ഉണ്ട്, അതായത് മൂന്ന് മെയിൻ ഫീച്ചേഴ്സ് ഉണ്ട്. അത് വളരെ എളുപ്പമാണ് ഫീച്ചേഴ്സ് ഓർത്തിരിക്കാനായിട്ട്. മെയിനായിട്ട് ഫാമിലി ഹിസ്റ്ററിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവണം. സെക്കൻഡ്ലി റിക്കറൻറ്റ് ആയിട്ടുള്ള എപ്പിസ്റ്റെക്സിസ് വേണം. എപ്പിസ്റ്റെക്സിസ് എന്ന് പറഞ്ഞാൽ നേസൽ ബ്ലീഡിംഗ് ആണ്. ഫ്രീക്വൻറ്റ് ആയിട്ട് നോസിൽ നിന്ന് ബ്ലീഡിങ് വരികയാണെങ്കിലാണ് റിക്കറൻറ്റ് എപ്പിസ്റ്റെസിസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ടീലാൻജിക്ടീസിയ ഉണ്ട്. ഡൈലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസ് സ്കിന്നിൽ കാണും, അതാണ് ടീലാൻജിക്ടീസിയ എന്ന് പറയുക. അപ്പം 3 ഫീച്ചറും കൂടെ ഒരുമിച്ച് വരുവാണെങ്കിൽ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഓസ്ലർ ഡിസീസ്. അതിൻ്റെ പിക്ചർ അടുത്ത സ്ലൈഡിൽ കാണാം നിങ്ങൾക്ക്. ആൻഡ് ഡിസീസ് ഇസ് ഡ്യൂ ടു എന്താണ് ഡിഫക്റ്റ് ഇൻ സ്മോൾ ബ്ലഡ് വെസൽസ് ഓഫ് ദ സ്കിൻ ആൻഡ് മ്യൂക്കോസിയാണ്. ആൻഡ് ദ കോമണസ്റ്റ് സൈറ്റ് ഓഫ് ദിസ് ഓസ്ലർ ഡിസീസ് എന്ന് പറയുന്നത് ലിപ്പാണ്. സീ ദ പിക്ചർ ഓഫ് ഓസ്ലർ ഡിസീസ്. ആ പേഷ്യൻറ്റിന് നിങ്ങൾക്ക് ടീലാൻജിക്ടീസിയ കാണാം, സ്കിന്നിൽ കാണുന്ന ലീഷൻ. അപ്പോൾ ലിപ്പിലാണ് കോമൺ സൈറ്റ് എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പേഷ്യൻ്റെ ലിപ്പിൽ നിങ്ങൾക്ക് കാണാം ടീലാൻജിക്ടീസിയ. അത് മെയിൽ പേഷ്യൻ്റാണ്, അതുകൊണ്ടാണ് ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ യു ക്യാൻ സി വാട്ട് ഇസ് എപ്പിസ്റ്റെക്സിസ് കാണാം. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നോസിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണ് എപ്പിസ്റ്റെക്സിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ ഓസ്ലർ ഡിസീസ്. റിമെമ്പർ. Coming on to lymphangioma, it is a developmental anomaly. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിമാൻജിയോമ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ലിംഫാൻജിയോമന് ഏത് ലിംഫാണ് എഫക്റ്റഡ് ആയിട്ടുള്ളത് അതിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ കാപ്പിലറി ലിംഫാൻജിയോമ, കവർനസ്, സിസ്റ്റിക് ലിംഫാൻജിയോമ ഓർ ബിനൈൻ ലിംഫാൻജിയോ എൻഡോത്തീലിയോമ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ക്ലിനിക്കലി വരുന്ന മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ടങ്കിലായിരിക്കും ലീഷൻസ് മെയിനായിട്ട് കാണുക. സ്മോൾ വൈറ്റ് ലീഷൻസ് കാണാം ടങ്കിൽ. അതുപോലെ തന്നെ അറ്റ് ഓർ അറൗണ്ട് ദ ടൈം ഓഫ് ബർത്ത് ആണ് കാണാം. വിത്തിൻ ഫസ്റ്റ് 2 decades ഓഫ് ലൈഫ് ആൻഡ് നോ സ്പോണ്ടേനിയസ് റിഗ്രഷൻ വിൽ ബി ദെയർ ഫോർ ദ ലീഷൻ. പിക്ചർ നോക്കുക, നിങ്ങൾ ടങ്കാണ് കാണിച്ചിട്ടുള്ളത്. ടങ്കിൽ ഒരു വൈറ്റിഷ് ലീഷൻ കാണാം ഓൺ ദ ആൻറ്റീരിയർ ഡോസൽ പാർട്ട്. അപ്പോൾ ലിംഫാൻജിയോമ കാണുന്നത് മെയിൻലി ടങ്കിലാണ്, അത് ഓർത്ത് വയ്ക്കുക, പിക്ക് ഓർത്ത് വയ്ക്കുക. ആൻഡ് ടങ് വിൽ ബി മാക്രോഗ്ലോസി ആയിരിക്കും, ടങ് ലാർജ് ടങ് ആയിരിക്കും. ഇനി another ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ലിംഫാൻജിയോമ ഓഫ് ഇസ് കവർനസ് ലിംഫാൻജിയോമ ഓഫ് ദ നെക്കാണ്. അപ്പോൾ ബൈ ബർത്ത് നിയോനേറ്റ്സിന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് കവർനസ് ലിംഫാൻജിയോമ ഓഫ് ദ നെക്ക് ഓഫ് ദ നിയോനേറ്റ്സിനെയാണ് സിസ്റ്റിക് ഹൈഗ്രോമ എന്ന് വിളിക്കുക. അത് മെയിനായിട്ട് ജനറൽ സർജറിയിൽ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ജനറൽ പാത്തോളജിയിലും ചോദിക്കാറുണ്ട്. ആൻഡ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ സൈസ് വെൻ ചൈൽഡ് കപ്സ് ഓർ ക്രൈസ് ആണ്. അപ്പോൾ കുട്ടി ചുമയ്ക്കുമ്പോഴോ കരയുമ്പോഴോ ആ പർട്ടിക്കുലർ നെക്ക് പോർഷനിൽ സൈസ്, ഈ പർട്ടിക്കുലർ ലീഷൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നെക്കിലായതുകൊണ്ട് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടാവും പേഷ്യൻറ്റിന്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എക്സിഷൻ അറ്റ് എൻ ഏർലി സ്റ്റേജാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. ആൻഡ് ഇതിന് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉള്ളത് മെയിനായിട്ട് സിസ്റ്റിക് ഹൈഗ്രോമയുടെ പറയുന്നത് കാപ്പിലറി ഹിമാൻജിയോമയാണ്. ഈ പിക്ക് കാണിക്കുന്ന ഹിസ്റ്റോളജിയാണ് ലിംഫാൻജിയോമയുടെ. യു ക്യാൻ സി മെയിനായിട്ട് സൂപ്പർഫിഷ്യൽ എട്രോപ്പിക് ആയിട്ടുള്ള എപ്പിത്തീലിയം കാണാം. പ്രസൻറ്റ് വെരി ക്ലോസ് ടു ദ എപ്പിത്തീലിയം യു ക്യാൻ സി ലിംഫാറ്റിക് വെസൽസ് വിച്ച് ആർ ഫിൽഡ് വിത്ത് ലിംഫ്. അത് ക്ലിയർ ആണ്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് പറഞ്ഞു കാപ്പിലറി ഹിമാൻജിയോമ. ഓസ്റ്റിയോമ ഇറ്റ്സ് എ ബിനൈൻ ന്യൂപ്ലാസം ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൊളിഫറേഷൻ ഓഫ് ഐദർ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ക്യാൻസലസ് ബോൺ ആണ്. ഈ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ക്യാൻസലസ് ബോണിൻ്റെ പ്രൊളിഫറേഷനാണ് ബിനൈൻ ന്യൂപ്ലാസാണ് ഓസ്റ്റിയോമ. അതേത് സിൻഡ്രോമിലാണ് കാണാമെന്ന് ചോദിക്കാറുണ്ട്. ഗാർഡ്നർ സിൻഡ്രോമിലാണ് ഓസ്റ്റിയോമ കാണുന്നത്, മെയിൻലി മൾട്ടിപ്പിൾ ഓസ്റ്റിയോമാസ് ഓഫ് ദ ജോ. ഈ റേഡിയോഗ്രാഫിക് പിക്ചർ കാണിക്കുന്നത് ഗാർഡ്നർ സിൻഡ്രോമാണ്. അതിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ റേഡിയോ ഒപ്പീക്ക് ആയിട്ടുള്ള ആരോ കാണിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള ലീഷൻ കാണാം. അത് ഓസ്റ്റിയോമാസ് ആണ്. മൾട്ടിപ്പിൾ ഓസ്റ്റിയോമാസ് ആർ സീൻ ഇൻ കേസ് ഓഫ് ഗാർഡ്നർ സിൻഡ്രോം. ടോറസ് പെലറ്റീനസ് ഇറ്റ്സ് എ ഹെറിഡിറ്ററി ലീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിനിക്കലി ഫോട്ടോ കാണിച്ചിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരാൻ നീറ്റിന് പെലറ്റീനസും അതുപോലെ തന്നെ മാൻഡിബുലാരിസും. ടോറസ് പെലറ്റീനസും പിക്ചർ കാണിക്കാം, ടോറസ് മാൻഡിബുലാരിസും കാണിക്കാം. അത് നെക്സ്റ്റ് ലീഷനാണ്. ടോറസ് പെലറ്റീനസ് അത് ഹെറിഡിറ്ററി ആണ്. ഫോളോ മെൻറ്റീലിയൻ ഡോമിനൻറ്റ് ട്രേറ്റ് ആണ് കാണിക്കാറ് എപ്പോഴും. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് നോക്കുക, ആ പിക്ചർ ഓർത്ത് വയ്ക്കുക. സെസൈൽ നോഡുലാർ അല്ലെങ്കിൽ ലോബുലാർ മാസ് ഓഫ് ബോൺ ആണ് അലോങ് ദ മിഡ് ലൈൻ ഓഫ് ദ ഹാർട്ട് പെല്ലറ്റ് ആണ് കാണുന്നത് ഈ ബോണി ലീഷൻ. ഹിസ്റ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ അതെന്നൊരു പോർഷൻ എടുത്ത് കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ കൊണ്ട് നോക്കുകയാണെങ്കിൽ
ഡെൻസ് കോമ്പാക്ട് ബോൺ ഓർ എ ഷെൽ ഓഫ് കോമ്പാക്ട് ബോൺ വിത്ത് സെൻറ്റർ ഓഫ് ക്യാൻസലസ് ബോൺ ആണ് കാണുക മെയിനായിട്ട്. ഇതാണ് ടോറസ് മാൻഡിബുലാരിസ്. ടോറസ് മാൻഡിബുലാരിസ് യു ക്യാൻ സി മാൻഡിബിൾ നെക്സ്റ്റ് ടു പ്രീമോളാർ ആണ് കാണിക്കുന്നത്. അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് ഓഫ് ബോൺ ഇൻ റെസ്പോൺസ് ടു ടോർഷണൽ സ്ട്രെസ് ആണ്. അതായത് ഇപ്പോൾ ഹെവി മാസ്റ്റിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ട്രെസ്സ് വരുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ലീഷനാണ് ടോറസ് മാൻഡിബുലാരിസ്. ദർ ഇസ് ഔട്ട് ഗ്രോത്ത് ഓഫ് ബോൺ ഓൺ ദ ലിംഗ്വൽ സർഫസിലാണ് എപ്പോഴും കാണുക. ഓഫ് ദ മാൻഡിബിൾ ഒക്കേഴ്സ് എബവ് ദ മൈലോഹൈഡ് ലൈൻ യൂഷ്വലി ഓപ്പോസിറ്റ് ദ പ്രീമോളാർ. അപ്പോൾ അങ്ങനെയാണ് MCQ ചോദിക്കാറ്. എബവ് മൈലോഹൈഡ് കാണുന്ന ലീഷനാണെന്ന് ചോദിക്കാറ്. ഓപ്പോസിറ്റ് ദ പ്രീമോളാർ ബോണി ഗ്രോത്ത് എന്താണെന്നാണ് ചോദിക്കാറ്. ടോറസ് മാൻഡിബുലാരിസ് ആണ്. എസിംപ്റ്റോമാറ്റിക് ആണ്, സ്ലോ ഗ്രോത്ത് ആണ്. സോളിറ്ററി നോഡ്യൂൾ ഓർ ആസ് എ മൾട്ടിപ്പിൾ നോഡുലാർ മാസ് ദറ്റ് അപ്പിയേഴ്സ് ടു കൊളീസ് ആണ്. Coming on to malignant tumors of connective tissue origin. Malignant lesion of കണക്റ്റീവ് ടിഷ്യൂ എപ്പോഴും എന്താണ് അറിയപ്പെടുന്നത്? സാർക്കോമ എന്നാണ് അല്ലേ. പക്ഷേ ഒരു ചെറിയൊരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. കാർസിനോമ പറഞ്ഞു എപ്പിത്തീലിയത്തിൽ നിന്ന് ഒറിജിൻ വരുമ്പോഴാണ് കാർസിനോമ എന്ന് പറയുക. സാർക്കോമ കണക്റ്റീവ് ടിഷ്യൂ ഒറിജിനാണ് സാർക്കോമ എന്ന് പറയാം. അതുപോലെ തന്നെ കാർസിനോമ സ്പ്രെഡ് ചെയ്യുന്നത് ലിംഫാറ്റിക് ആണ്, സാർക്കോമ ബ്ലഡ് സ്പ്രെഡ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാൻഡിബുലാർ സാർക്കോമ ലങ്ങിലേക്ക് സ്പ്രെഡ് ആവുന്നത്. പക്ഷേ ഈ കാർസിനോമയിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. റീനൽ സെൽ കാർസിനോമ ഇസ് ത്രൂ ബ്ലഡ് സ്പ്രെഡ് ആണ്. ലിംഫാറ്റിക് സ്പ്രെഡാണ് സാധാരണ കാർസിനോമ. പക്ഷേ എക്സെപ്ഷണൽ കാർസിനോമയാണ് റീനൽ സെൽ കാർസിനോമ, ബ്ലഡിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ സാർക്കോമയിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇതുപോലെ ലിംഫിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്, അത് റാബ്ഡോമയോ സാർക്കോമയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. റീനൽ സെൽ കാർസിനോമ ഇസ് ത്രൂ ബ്ലഡ് ആസ് വെൽ as rhabdomyosarcoma is spreading through lymphatic. Coming on to the first lesion, that is fibrosarcoma. It's a tumor of mesenchymal cell origin ആണ്. That is composed of malignant fibroblast in a collagenous background. അപ്പോൾ ഫൈബ്രോസാർക്കോമ ഓഫ് ബോൺ ക്യാൻ ബി ഐദർ പ്രൈമറി ആയിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡറി ആയിരിക്കാം. അപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ ആ ഫൈബ്രോബ്ലാസ്റ്റ് അതിൽ തന്നെ പെർട്ടിക്കുലർലി മാലിഗ്നൻസി വന്ന് ഗ്രോ ചെയ്യുകയാണെങ്കിലാണ് പ്രൈമറി എന്ന് പറയാം. എന്നാൽ ഏതെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലീഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലാണ് അതിനെ സെക്കൻഡറി ലീഷൻ എന്ന് പറയാം. അപ്പോൾ ഫൈബ്രോസാർക്കോമ ഇറ്റ്സ് എ ട്യൂമർ ഓഫ് മീസെൻകൈമൽ ഒറിജിൻ ഫ്രം ദാറ്റ് ഓഫ് എ മാലിഗ്നന്റ് ഫൈബ്രോബ്ലാസ്റ്റ് ഇൻ എ കൊളാജീനസ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബ്രോസാർക്കോമ എന്ത് പാറ്റേൺ ആണ് ഹിസ്റ്റോളജിക്കലി എന്നാണ് ചോദ്യം വരാറ് MCQ. അപ്പോൾ നമുക്ക് ഇതിൽ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഫൈബ്രോബ്ലാസ്റ്റ് ആണ് കാണുക. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് എന്താണ് എപ്പിത്തീലിയം കണക്റ്റീവ് ടിഷ്യൂവിൽ കാണുന്ന നോർമൽ സെൽസ് ആണ് ഫൈബ്രോബ്ലാസ്റ്റ്. അപ്പോൾ ഈ ഫൈബ്രോബ്ലാസ്റ്റ് മാലിഗ്നൻ്റ് ആയിട്ട് ഇത് അവരുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് അബ്നോർമൽ ആകുമ്പോഴാണ് ഫൈബ്രോസാർക്കോമ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫൈബ്രോസാർക്കോമ നമുക്ക് ഹിസ്റ്റോളജിക്കലി ആ പോർഷൻ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഹെറിംഗ് ഫിഷ് ഉണ്ട്. ഹെറിംഗ് ഫിഷിൻ്റെ പിക്ചറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഹെറിംഗ് എന്ന് പറഞ്ഞ ഫിഷിൻ്റെ ബോണുണ്ട്. ആ ബോണിൻ്റെ പാറ്റേൺ കണ്ടോ നിങ്ങൾ, അറേഞ്ച്മെൻറ്റ്, ആ അതേ അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് എടുക്കുക. അപ്പോൾ അതേ സെയിം പാറ്റേൺ ആയതുകൊണ്ടാണ് നമ്മൾ ഹെറിംഗ് ബോൺ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫൈബ്രോസാർക്കോമയിലാണ് ഹിസ്റ്റോളജിക്കലി നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ ഈ സെൽസ് കിടക്കുന്ന പാറ്റേൺ ഹെറിംഗ് ബോൺ പാറ്റേൺ ആണ്. അപ്പോൾ these spindle shaped cells are arranged in a herringbone pattern in a background of collagen fibers and they are well differentiated എന്ന് പറഞ്ഞാൽ മോർ കൊളാജൻ ഉണ്ടാവും. പോളി ഡിഫറൻഷിയേറ്റഡ് ആണെങ്കിൽ ലെസർ എമൗണ്ട് ഓഫ് കൊളാജൻ ആയിരിക്കും. അപ്പോൾ റിമെമ്പർ ഫൈബ്രോസാർക്കോമ യു ക്യാൻ സി herringbone pattern. Malignant fibrous histiocytoma, it is the most common soft tissue sarcoma occurring in adults ആണ്. മോസ്റ്റ്ലി സാർക്കോമസ് എല്ലാം യങ്ങർ ഇൻഡിവിജ്വൽസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അഡൾട്ട്സിൽ വരുന്ന മോസ്റ്റ് കോമൺ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് മാലിഗ്നന്റ് ഫൈബ്രസ് ഹിസ്റ്റോസൈറ്റോമിയാണ്. അത് എഫക്റ്റ് ചെയ്യുന്നത് എക്സ്ട്രിമിറ്റീസ് ആൻഡ് റെട്രോപെരിട്ടോണിയമാണ്. വെറസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഹിസ്റ്റോളജിക്കലി മാലിഗ്നന്റ് ഫൈബ്രസ് ഹിസ്റ്റോസൈറ്റോമ എങ്ങനെയാണ് അപ്പിയറൻസ്? അപ്പോൾ നിങ്ങൾ ആ പിക്ചർ നോക്കുക, ഞാൻ കൊടുത്തിട്ടുണ്ട്, വളരെ ക്ലിയർ ആണ്. സ്റ്റോറിഫോം പാറ്റേൺ ആണ് മാലിഗ്നന്റ് ഫൈബ്രസ് ഹിസ്റ്റോസൈറ്റോമയിലുള്ളത്. സ്റ്റോറിഫോം പാറ്റേൺ. അപ്പോൾ സ്റ്റോറിഫോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഫോം. അത് റൗണ്ട് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് കാർട്ട് വീൽ ലൈക്ക് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക് ബുള്ളോ കാർട്ടിൻ്റെ ചക്രത്തിൻ്റെ പോലെ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിഫോം പാറ്റേൺ, അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്റോളജിക്കലി മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഈ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊണ്ട്, അപ്പോൾ ഞാൻ ആ ഡയഗ്രാമിൽ ഒരു ബ്ലൂ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലൂ ഡോട്ടാണ് കാർട്ട് വീലിൻ്റെ സെൻറ്ററിന്ന് ഉപമിക്കുക. അപ്പോൾ അതിന് ചുറ്റിനും ആ സെൽസ് അറേഞ്ച്ഡ് ആയ പോലെ. അപ്പോൾ അതുപോലെയാണ് ഇതിൽ ഈ മാലിഗ്നന്റ് ഫൈബ്രസ് ഹിസ്റ്റോസൈറ്റോമയിൽ അറേഞ്ച്മെൻറ്റ് കാണുക നമ്മൾ മൈക്രോസ്കോപ്പിക്കിൽ നോക്കുമ്പോൾ. അതാണ് മാലിഗ്നന്റ് ഫൈബ്രസ് ഹിസ്റ്റോസൈറ്റോമ. യു ക്യാൻ സി സ്റ്റോറിഫോം പാറ്റേൺ.
ഹിമാൻജിയോപെരിസൈറ്റോമ ഇറ്റ് ഈസ് നൗ നോൺ ആസ് എന്താ സോളിറ്ററി ഫൈബ്രസ് ട്യൂമർ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാൻജിയോപെരിസൈറ്റോമ ഇസ് നൗ നോൺ ആസ് സോളിറ്ററി ഫൈബ്രസ് ആയിട്ടുള്ള ട്യൂമർ എന്ന് അറിയപ്പെടുന്നു. ഇറ്റ്സ് എ റാപ്പിഡ്ലി എൻലാർജിങ് റെഡ് അല്ലെങ്കിൽ ബ്ലൂഷ് മാസ് ആണ്. സോഫ്റ്റ് ഓർ റബ്ബറി ആയിരിക്കാം. പെയിൻലെസ്, വെൽ ഡിമാർക്കേറ്റഡ് ഫ്രം സറൗണ്ടിങ് ടിഷ്യൂ ആൻഡ് ദി ഡിറൈവ് ഫ്രം പെരിസൈറ്റ്സ്. അപ്പോൾ പെരിസൈറ്റോമ എന്നല്ലേ, അപ്പോൾ പെരിസൈറ്റ്സ് എന്നായിരിക്കും അവർ ഡിറൈവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡൗട്ടൊന്നും വേണ്ട, ഹിമാൻജിയോപെരിസൈറ്റോമ ഡിറൈവ് ഫ്രം പെരിസൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ദേ ആർ നൗ നോൺ എസ് സോളിറ്ററി ഫൈബ്രസ് ട്യൂമർ. ഇനി അവരുടെ ഹിസ്റ്റോളജി പാർട്ടാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് നമുക്ക് നോക്കാം. ഹിസ്റ്റോളജിക്കലി ഹിമാൻജിയോപെരിസൈറ്റോമ അവരുടെ പാറ്റേൺ ആണ് ചോദിക്കാറ് എപ്പോഴും. ദേ സിമുലേറ്റ് സ്റ്റാഗ് ഹോൺസ് ആണ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റാഗ് ഹോൺ എന്താണ്. സ്റ്റാഗ് ഹോൺ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫേൺ ആണ്. അപ്പോൾ അവരുടെ അറേഞ്ച്മെൻറ്റ് കണ്ടോ, വെസൽസ് എല്ലായിരിക്കും. അപ്പോൾ ഇതേ പർട്ടിക്കുലർ ലീഷനിൽ ഹിമാൻജിയോപെരിസൈറ്റോമയിൽ ബ്ലഡ് വെസൽസ് എല്ലായിരിക്കും ഈ സ്റ്റാഗ് ഹോണിൻ്റെ ലീവ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് മൈക്രോസ്കോപ്പിക്കൂടെ നോക്കുമ്പോൾ അറേഞ്ച്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതേ സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് സ്റ്റാഗ് ഹോൺ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാഗ് ഹോൺ പാറ്റേൺ ഇസ് സീൻ ഇൻ ഹിമാൻജിയോപെരിസൈറ്റോമ. അപ്പോൾ ന്യൂമറസ് വാസ്കുലർ ചാനൽസ് കാണാം നിങ്ങൾക്ക്. വിത്ത് പ്ലംപ് എൻഡോത്തീലിയൽ ന്യൂക്ലിയസ് ഉണ്ടാവും. സറൗണ്ടിങ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള പ്രൊളിഫറേഷൻ ഓഫ് ഓവൽ ആൻഡ് സ്പിൻഡിൽ സെൽസ്, ഹൈപ്പോക്രോമാറ്റിക് ന്യൂക്ലിയസ് ആൻഡ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ഇസ് വിസിബിൾ. ഇപ്പോൾ ജസ്റ്റ് റിമെമ്പർ ദ പാറ്റേൺസ് ആണ് കൂടുതൽ ഇതിൽ ഓർക്കേണ്ടത്. ഫൈബ്രോസാർക്കോമയിലുള്ള പാറ്റേൺ എന്താ, ഹിമാൻജിയോപെരിസൈറ്റോമയിലുള്ള പാറ്റേൺ എന്താ, ഇതൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. കമ്മിങ് ഓൺ ടു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് ഹിമാൻജിയോപെരിസൈറ്റോമ. അപ്പോൾ ഇത് ബ്ലഡ് വെസലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലീഷൻ അല്ലേ ഹിമാൻജിയോപെരിസൈറ്റോമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ അതിന് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും ഒരു ബ്ലഡ് വെസലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്യൂമറാണ്. അതാണ് ഗ്ലോമസ് ട്യൂമർ ഓർ ഗ്ലോമാൻജിയോമ എന്ന് വിളിക്കും. അത് സർജറിയിലും ചോദിക്കാറുണ്ട്, ജനറൽ സർജറിയിലും ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ഗ്ലോമാൻജിയോമ എന്ന്. അപ്പോൾ ഗ്ലോമാൻജിയോമ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ആ പിക്ചർ നിങ്ങൾ ഓർത്താൽ മതി, നെയിൽ ബെഡിൽ വരുന്ന ലീഷനാണ് ഗ്ലോമാൻജിയോമ. അപ്പോൾ നമ്മുടെ നെയിൽ ബെഡിൽ നെയിൽസിൻ്റെ അറ്റത്ത് ഉള്ള സെൽസാണ് ഗ്ലോമസ് സെൽസ്, ക്യൂട്ടേനിയസ് ഗ്ലോമസ് സെൽസ്. അവരെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടറി ഉണ്ടാവും, വെയിൻ ഉണ്ടാവും. രണ്ട് ആർട്ടറിയുടെയും വെയിനുടെയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നെയിൽ ബെഡിൻ്റെ അവിടെ വെച്ചിട്ടാണ്. ആർട്ടറി ആൻഡ് വെയിൻ കമ്മ്യൂണിക്കേഷൻ, അതിനെ സറൗണ്ട് ചെയ്ത് കുറച്ച് നെർവ്സും ഉണ്ടാവും. അതാണ് ക്യൂട്ടേനിയസ് ഗ്ലോമസ്. ആ ക്യൂട്ടേനിയസ് ഗ്ലോമസ് ആ പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന ട്യൂമറാണ് എന്ത് ഗ്ലോമാൻജിയോമ എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലോമസ് ട്യൂമർ കൂടുതൽ കാണുന്നത് കുട്ടികളിലാണ്, ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻറ്റിലാണ് കാണുക. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഹിമാൻജിയോപെരിസൈറ്റോമ എന്ന് എന്താണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ മറ്റേതിന് നമുക്ക് സ്റ്റാഗ് ഹോൺ പാറ്റേൺ കാണാം ഹിമാൻജിയോപെരിസൈറ്റോമയിൽ. പക്ഷേ ഈ ഗ്ലോമാൻജിയോമയിൽ ഇതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് മാത്രമല്ല ചുറ്റിനും ഗ്ലോമസ് സെൽസും കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഡിഫറൻസ് ഗ്ലോമാൻജിയോമ ആൻഡ് ഹിമാൻജിയോപെരിസൈറ്റോമ. ഓക്കെ. Kaposi sarcoma, they are multiple idiopathic hemorrhagic sarcoma of Kaposi is a tumor of blood vessels ആണ്. It's a proliferation of endothelial cell origin. അത് കോസ് ചെയ്യുന്ന വൈറസ് ചോദിക്കാറുണ്ട്, HHV ഹ്യൂമൻ ഹെർപ്പീസ് വൈറസ് 8 or HIV. എൻവറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ആൻഡ് റെഡ്യൂസ്ഡ് ഇമ്മ്യൂണോ സർവൈലൻസ് ആണ് കപ്പോസി സാർക്കോമ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ. വാട്ട് ഈസ് എ ക്ലാസിഫിക്കേഷൻ? മെയിനായിട്ട് ഏത് പർട്ടിക്കുലർ റീജിയനിലാണ് അതുപോലെ തന്നെ ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് കപ്പോസി സാർക്കോമ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്ലാസിക്കൽ ടൈപ്പ്, അതുപോലെ തന്നെ എൻഡമിക് ടൈപ്പ്, ആഫ്രിക്കൻ പീപ്പിളിൽ ഉണ്ടാകുന്നതാണ് എൻഡമിക് ടൈപ്പ് ഓഫ് കപ്പോസി സാർക്കോമ. അതുപോലെ ഇമ്മ്യൂണോ സപ്രഷൻ അസോസിയേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗനൊക്കെ ചെയ്തതിന് ശേഷം വരുന്ന കപ്പോസി സാർക്കോമ ആണെങ്കിലാണ് തേർഡ് ടൈപ്പ്. ആൻഡ് ഫോർത്ത് ടൈപ്പ് പറയുന്നത് എയ്ഡ്സ് റിലേറ്റഡ് ആണ്. ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് കപ്പോസി സാർക്കോമ മെയിൻലി മെഡിറ്ററേനിയൻ റീജിയനിലാണ് കാണുന്നത്. മൾട്ടിഫോക്കൽ റെഡിഷ് ബ്രൗൺ നോഡ്യൂൾസ് ആണ്, സ്കിൻ ഓഫ് ദ ലോവർ എക്സ്ട്രിമിറ്റീസ് ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളത്. സ്ലോലി സൈസ് ഇൻക്രീസ് ചെയ്യും, അത് പിന്നെ സ്പ്രെഡ് ചെയ്യും ഈ ലീഷൻ. എൻഡമിക് ആണെങ്കിൽ ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞു, മെയിൻലി ചിൽഡ്രൻ ആണ്, എക്സ്ട്രിമിറ്റീസ് ആൻഡ് സ്കിൻ ആണ് എഫക്റ്റഡ്. എയ്ഡ്സ് റിലേറ്റഡ് ആണെങ്കിൽ സ്മോൾ ഫ്ലാറ്റ് പിങ്ക് പാച്ചസ് ആയിരിക്കും. നോഡ്യൂൾസ്, ട്രങ്ക്, ആംസ്, ഹെഡ് ആൻഡ് നെക്ക് എഫക്റ്റഡ് ആണ്. ഓറൽ ക്യാവിറ്റിയിലാണെങ്കിൽ ഹാർട്ട് പെല്ലറ്റ്, ജിഞ്ചൈവ ആൻഡ് ടങ്ക് ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ക്ലാസിക്കൽ വെറൈറ്റി എങ്ങനെയാണെന്നും അതുപോലെ തന്നെ എൻഡമിക് ഏത് പെർട്ടിക്കുലർ റീജിയനിലാണ്, ആഫ്രിക്കയിലാണ് കാണുന്നത്. എയ്ഡ്സ് റിലേറ്റഡ് ആണെങ്കിൽ ഹൗ, അത് ഹെഡ് ആൻഡ് നെക്ക് സ്മോൾ ഫ്ലാറ്റ് പിങ്ക് പാച്ചസ് ആയിട്ടാണ് കാണുക. ഇതാണ് ക്ലിനിക്കൽ പിക്ചർ ഓഫ് കപ്പോസി സാർക്കോമ. അപ്പോൾ കപ്പോസി സാർക്കോമ ഹൗ ഇറ്റ് ഈസ് ലൈക്ക് ക്ലിനിക്കലി എങ്ങനെയായിരിക്കും, ഫ്ലാറ്റ് പപ്യൂൾസ് എങ്ങനെയാണ്, പിങ്ക് പപ്യൂൾസ് എങ്ങനെ, ഓറൽ എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. ഹിസ്റ്റോളജിക്കലി ദേ ആർ ഡിവൈഡഡ് ഇൻ ടു പാച്ച്, പ്ലാക്ക് ആൻഡ് നോഡുലാർ ഫോംസ് ആണ്. പാച്ച് എന്ന് പറയുന്നത് പ്രൊളിഫറേഷൻ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാവും അറൗണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയലറ്റഡ് ബ്ലഡ് വെസൽസ് ലൈൻ ബൈ പ്ലംപ് സെൽസ് ആയിരിക്കാം. പ്ലാക്ക് എന്ന് പറയുന്ന
എന്തായിരിക്കും, ഇൻക്രീസ് നമ്പർ ഓഫ് കാപ്പിലറീസ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പിൻഡിൽ സെൽ കോമ്പണൻ്റ് ഉണ്ടാവും. നോഡുലാർ എന്ന് പറയുന്നത് എടിപ്പിക്കൽ സ്പിൻഡിൽ സെൽസ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയി അറിയണമെന്നില്ല MCQന്. ഏതൊക്കെ ഹിസ്റ്റോളജിക്കൽ വെറൈറ്റി ഉണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. പാച്ച്, പ്ലാക്ക് ആൻഡ് നോഡുലാർ വെറൈറ്റി. എവിക് സാർക്കോമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗണ്ട് സെൽ സാർക്കോമ ഓർ എൻഡോത്തീലിയൽ മൈലോമ എന്ന് വിളിക്കും. എവിക് സാർക്കോമ ഇറ്റ്സ് എ കോമൺ ആൻഡ് യുണീക് ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതായത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് 11 and 22 ക്രോമസോംസ് ആൻഡ് Q24 ആൻഡ് Q12 ഡിഫറെൻറ്റ് മോർഫോളജിക്കൽ എക്സ്പ്രഷൻസ് ഓഫ് വൺ ട്യൂമർ ടൈപ്പ് ഇസ് പോസിബിൾ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചോദിക്കാറുള്ളത് എവിക് സാർക്കോമയിൽ മെയിനായിട്ടുള്ള അതിൻ്റെ റേഡിയോളജിക്കൽ അപ്പിയറൻസ് ആണ്. ഒനിയൻ സ്കിൻ അപ്പിയറൻസ് ആണ് റേഡിയോളജിക്കലി എവിക് സാർക്കോമ. അപ്പോൾ എന്താണ് ഒനിയൻ സ്കിൻ അപ്പിയറൻസ്? നിങ്ങൾക്ക് ആ ബോണിൻ്റെ ഫോർമേഷൻ കാണാൻ പറ്റും. ആ ബോണിൻ്റെ ഫോർമേഷനിൽ ഒനിയൻ സ്കിന്നിൻ്റെ ലീഫ് മാതിരിയാണ് ആ ഡെവലപ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ അതാണ് എവിക് സാർക്കോമ ഇസ് ഒനിയൻ സ്കിൻ അപ്പിയറൻസ് ഇസ് സീൻ റേഡിയോളജിക്കലി. ഹിസ്റ്റോളജി എവിക് സാർക്കോമ അതിൻ്റെ ഹിസ്റ്റോളജിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിലിഗ്രി പാറ്റേൺ ഇസ് സീൻ ഇൻ എവിക് സാർക്കോമ. അപ്പോൾ എന്താണ് ഫിലിഗ്രി പാറ്റേൺ എന്ന് അത് ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളത് അതാണ്. ഫിലിഗ്രി എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ആ ഗോൾഡൻ പാറ്റേണിലുള്ള അറേഞ്ച്മെൻറ്റ് കാണുന്നില്ലേ, കേളി. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റിൽ തന്നെയാണ് ഇവിടെയും സെൽസ് നമുക്ക് അറേഞ്ച്ഡ് ആയിരിക്കാം. എവിക് സാർക്കോമയിൽ ഹിസ്റ്റോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിലിഗ്രി പാറ്റേൺ അറേഞ്ച്മെൻറ്റ് സീൻ ഇൻ എവിക് സാർക്കോമ. കോൺഡ്രോസാർക്കോമ ഇറ്റ്സ് എ മാലിഗ്നൻറ്റ് കൗണ്ടർ പാർട്ട് ഓഫ് കോൺഡ്രോമയാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ബട്ട് ജസ്റ്റ് റിമെമ്പർ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1 റിസെമ്പിൾസ് കോൺഡ്രോസൈറ്റ്സ്. ഗ്രേഡ് 2 മോർ സെല്ലുലാർ ആയിരിക്കും. ഗ്രേഡ് 3 ഹൈലി സെല്ലുലാർ ആയിരിക്കും വിത്ത് പ്ലിയോമോർഫിസം. ഓസ്റ്റിയോസാർക്കോമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ട്രൂ മാലിഗ്നൻറ്റ് നിയോപ്ലാസം ഓഫ് ബോൺ ആണ്. ബോണിൽ നിന്നുള്ള ട്രൂ നിയോപ്ലാസം ആണ് ഓസ്റ്റിയോസാർക്കോമ, ഇൻ വിച്ച് മാലിഗ്നൻറ്റ് ഓസ്റ്റിയോബ്ലാസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും ടു പ്രൊഡ്യൂസ് ട്യൂമർ ഓസ്റ്റോയിഡ് ഓർ സംടൈം ട്യൂമറസ് കാർട്ടിലേജ്. അപ്പോൾ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസിനാണ് ബോൺ ഫോം ചെയ്യുന്നത്, അറിയാലോ. അപ്പോൾ ഈ സെൽസിൻ്റെ മാലിഗ്നൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ കുറേ ഓസ്റ്റോയിഡ് ഓർ സംടൈം ട്യൂമറസ് കാർട്ടിലേജ് തന്നെ ഫോം ചെയ്യും. അപ്പോൾ ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ പ്രൈമറി മാലിഗ്നൻറ്റ് ട്യൂമർ ഓഫ് ബോൺ ആണ്. ബോണിൻ്റെ തന്നെ ട്യൂമേഴ്സിൽ വെച്ച് മോസ്റ്റ് കോമൺ പ്രൈമറി മാലിഗ്നൻറ്റ് ട്യൂമർ ഓഫ് ബോൺ ഇസ് ഓസ്റ്റിയോസാർക്കോമ. പക്ഷേ മോസ്റ്റ് കോമൺ മാലിഗ്നൻറ്റ് ലീഷൻ ഓഫ് ബോൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് കാർസിനോമയാണ്. അതായത് മാലിഗ്നൻസി മൂലം ഉണ്ടാകുന്ന ലീഷൻ ഓഫ് ബോൺ ആണെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് കാർസിനോമ. പക്ഷേ പ്രൈമറി, അതായത് ബോൺ തന്നെ പ്രൈമറി ആയിട്ട് ഉണ്ടാക്കുന്ന ലീഷനാണെങ്കിൽ ഓസ്റ്റിയോസാർക്കോമയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് മെയിനായിട്ട് ഓർക്കേണ്ടത്, അത് മെയിനായിട്ട് നമുക്ക് വേറെ ഡിസീസസിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, പ്രീഡിസ്പോസിങ് ആയിട്ട്. പേജസ് ഡിസീസ്, ഫൈബ്രസ് ഡിസ്പ്ലേസിയ, എക്കാൻഡ്രോമെറ്റോസിസ്, ഹെറിഡിറ്ററി മൾട്ടിപ്പിൾ എക്സോസ്റ്റോസിസ് എക്സെട്ര. പിന്നെ ഫെമീലിയലി ഏത് ക്രോമസോമിൻ്റെ ഡിലീഷൻ്റെ മൂലമാണ് നമുക്ക് ഓസ്റ്റിയോസാർക്കോമ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിലീഷൻ ഓഫ് ക്രോമസോം 13q14. അപ്പോൾ 13ഉം 14 എന്ന് ഓർത്താൽ മതി. ഓസ്റ്റിയോസാർക്കോമ 13-14. അപ്പോൾ 13q14 ക്രോമസോമിൻ്റെ ഡിലീഷൻ ഉണ്ടാകുമ്പോൾ ഏത് ജീനാണ് ഇനാക്ടിവേറ്റ് ആവുന്നത്? ഇനാക്ടിവേറ്റിംഗ് ദ RB ജീൻ ഇനാക്ടിവേറ്റ് ആവും. അതായത് റിറ്റിനോബ്ലാസ്റ്റോമ ജീൻ ഇനാക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ പർട്ടിക്കുലർ ജീൻ ഇനാക്ടിവേറ്റ് ആകുമ്പോൾ, നമ്മുടെ ബോഡിയിൽ ഇനാക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് ഓസ്റ്റിയോസാർക്കോമ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ അത് മെയിൻ സിൻഡ്രോംസ് ഏതൊക്കെയാണ്? ഇത് ഇനാക്ടിവേറ്റ് ആവുന്ന സിൻഡ്രോംസ് ലീഫ് റൊമാനി സിൻഡ്രോമും റോത്ത്മൻ തോംസൺ സിൻഡ്രോമും. ലീഫ് റൊമാനി സിൻഡ്രോം ആൻഡ് റോത്ത്മൻ തോംസൺ സിൻഡ്രോമും. കമ്മിങ് ഓൺ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് ഓസ്റ്റിയോസാർക്കോമ. നമുക്ക് ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് ജസ്റ്റ് ഓർത്താൽ മതി. ക്ലാസിക്കൽ ടൈപ്പ് ഉണ്ട്, ടീലാൻജക്റ്റഡ് ടൈപ്പ് ഉണ്ട്, സ്മോൾ സെൽ, ജൈൻറ്റ് സെൽ, പെരിയോസ്റ്റൽ, പാരോസ്റ്റൽ. അപ്പോൾ ജസ്റ്റ് ഈ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. ഏത് ടൈപ്പ് ആണ് ഓസ്റ്റിയോസാർക്കോമ ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ വെറൈറ്റി ഉണ്ട്. അതന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റിക്, കോൺട്രോബ്ലാസ്റ്റിക്, ഫൈബ്രോബ്ലാസ്റ്റിക് തിരിച്ചുണ്ട്. ടീലാൻജക്റ്റേറ്റിക് ഉണ്ട്, സ്മോൾ സെൽ, ജൈൻറ്റ് സെൽ, പെരിയോസ്റ്റൽ ആൻഡ് പാരോസ്റ്റൽ. ക്ലിനിക്കലി എങ്ങനെയാണ് കാണുന്നത്? മെയിൻലി സ്വെല്ലിംഗ് ഉണ്ട് ഓസ്റ്റിയോസാർക്കോമ. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ എഫക്റ്റഡ് ആയിട്ടുള്ള ബോണിൽ ലൂസ് ടീത്ത് ആയിരിക്കും, പെരസ്തീഷ്യ, ടൂത്ത് ഏക്ക്, പെലിരി. അപ്പോൾ മാൻഡിബിള എഫക്റ്റഡ് എങ്കിൽ മാൻഡിബിളിലെ ടൂത്ത് എല്ലാം ലൂസായിരിക്കും, അവിടെ നെർവ് സെൻസേഷൻ എല്ലാം ഓൾട്ടേഡ് ആയിരിക്കാം, ടൂത്ത് ഏക്ക് ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. എല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ മെയിൻലി ലോങ് ബോൺസ് ആണ് എഫക്റ്റഡ് ആണെങ്കിൽ അത് ഏത് ബോൺസിനെ എഫക്റ്റ് ചെയ്യുക? ഫീമർ ആൻഡ് ടിബിയനായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. മാക്സിലി മാൻഡിബിളിൽ കോമൺ ആയിട്ടുള്ളത് മാൻഡിബിളാണ്. റേഡിയോഗ്രഫി ഫീച്ചർ ഓഫ് ഓസ്റ്റിയോസാർക്കോമ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ പറഞ്ഞു ഞാൻ. അപ്പോൾ ഓസ്റ്റിയോസാർക്കോമ സൺ റേ ഓർ സൺബേസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പോൾ ഇത് ഓർക്കാനാണ് പിക്ചർ കൊടുത്തിട്ടുള്ളത്.
യു ക്യാൻ സി എക്സസീവ് ആയിട്ടുള്ള റേഡിയോ ഒപ്പേസിറ്റി കാണാൻ പറ്റും. ഏത് ബോൺ, ഇപ്പോൾ ഫീമറോ ടിബിയോ ഒക്കെ എഫക്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ സി എക്സസീവ് ആയിട്ടുള്ള ബോൺ ഫോർമേഷൻ. അപ്പോൾ ഇറ്റ് ഇസ് സീൻ ഇൻ സൺറേ ഓർ സൺബേഴ്സ് പാറ്റേൺ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓണിയൻ സ്കിന്നും കൊടുത്തിട്ടുണ്ട്, കോട്ട്മാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് റിമെമ്പർ, ഒനിയൻ സ്കിൻ ഏത് ലീഷനാണ് നമ്മൾ കാണുന്നത്? എവിക് സാർക്കോമ അല്ലേ. അതുപോലെ തന്നെ കോട്ട്മാൻ ട്രയാങ്കിൾ ഓസ്റ്റോ സാർക്കോമ. സ്റ്റേജിങ് ഓഫ് ഓസ്റ്റിയോസാർക്കോമ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജസ്, സബ് സ്റ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റ് ഓഫ് പ്രൈമറി ഉണ്ട്. സ്റ്റേജിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. അപ്പോൾ ലോ ഗ്രേഡ് ആണ് സ്റ്റേജ് 1, സ്റ്റേജ് 2 ഹൈ ഗ്രേഡ് ആണ്, ആൻഡ് സ്റ്റേജ് 3 എന്ന് പറയുന്നത് മെറ്റാസ്റ്റാറ്റിക് ഡിസീസാണ്. അതിൽ തന്നെ സബ് സ്റ്റേജസ് നമുക്ക് പറയാം വിത്തിൻ ദ മെഡുല ആണോ അതോ ഔട്ട് സൈഡ് ആണോ, അപ്പോൾ ഇൻട്രാ മെഡുലറി ആണോ ലോക്കൽ എക്സ്ട്രാ മെഡുലറി ആണോ. ആൻഡ് ദ സൈറ്റ് ഓഫ് പ്രൈമറി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബോണിൻ്റെ ഡിസ്റ്റൽ പോർഷനിലാണ് നമ്മുടെ ഓസ്റ്റിയോസാർക്കോമ എഫക്റ്റഡ് ആവുകയാണെങ്കിൽ അത് ബെസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. വേറെ ആക്സിയൽ സ്കെലിറ്റൻ ഏരിയയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും. ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഡിസ്റ്റൽ ഫീമറിലാണ് വരുന്നതെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രോഗ്നോസിസ് ആയിരിക്കും. ഹിസ്റ്റോളജിക്കലി ദ ഓസ്റ്റിയോസാർക്കോമ സെറം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ലെവൽ കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ലെവൽ ഇൻക്രീസ്ഡ് ആണ്, വെറസ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ലെവൽസ് ആർ നോർമൽ ഇൻ കേസ് ഓഫ് ഓസ്റ്റിയോസാർക്കോമ. കമ്മിങ് ഓൺ ടു ട്രീറ്റ്മെൻറ്റ് പാർട്ട്, ഓസ്റ്റിയോസാർക്കോമയ്ക്ക് ഒരു സ്പോണ്ടേനിയസ് റിഗ്രഷൻ ഇല്ല. ദർ ഇസ് നോ സ്പോണ്ടേനിയസ് റിഗ്രഷൻ. അപ്പോൾ അതിന് നമ്മൾ റിഗ്രഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അങ്ങനെ തന്നെ കീമോതെറാപ്പി, കൺസർവേറ്റീവ് സർജറി ഓർ ആംപ്യൂട്ടേഷൻ ഒക്കെയാണ് ചെയ്യുക എഫക്റ്റഡ് ആയിട്ടുള്ള ബോണിൻ്റെ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തത്. വെദർ ഓസ്റ്റിയോസാർക്കോമ ഹാസ് ഗോട്ട് എ സ്പോണ്ടേനിയസ് റിഗ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ദർ ഇസ് നോ സ്പോണ്ടേനിയസ് റിഗ്രഷൻ. Malignant lymphoma, it's a neoplastic proliferative process of lymphopoietic portion of the reticuloendothelial system ആണ്. അപ്പോൾ ഇത് ഓറൽ റീജിയനിൽ ഈ ലിംഫോമ മാലിഗ്നൻറ്റ് ഫോം ആയിട്ടുള്ള ലിംഫാറ്റിക് റീജിയൻ്റെ മാലിഗ്നൻസിയാണ് മാലിഗ്നൻറ്റ് ലിംഫോമ. അപ്പോൾ ഓറൽ റീജിയനിൽ മെയിനായിട്ട് കാണപ്പെടുക റീജിയണൽ ലിംഫ് നോഡ്സും അതുപോലെ തന്നെ വോൾഡിയേഴ്സ് റിങ്ങിൻ്റെ ഏരിയയിലാണ്, അതായത് ലിംഫ് നോഡ്സിൻ്റെ അക്യുമുലേഷനുള്ള ഏരിയയിൽ. സോ ദർ ഇസ് അക്യുമുലേഷൻ ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ മെയിൻലി ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ഓറൽ ക്യാവിറ്റി ആണ് ലിംഗ്വൽ, പെലറ്റൈൻ ആൻഡ് ഫാരഞ്ചിയൽ ടോൺസിൽസ്. ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഹോഡ്ജ്കിൻസ് ലിംഫോമ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് എ പെയിൻലെസ് എൻലാർജ്മെൻറ്റ് ഓഫ് 1 or more സർവൈക്കൽ ലിംഫ് നോഡാണ്. ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി, ലിംഫ് നോഡ് എങ്ങനെയായിരിക്കും? ഫേം ആൻഡ് റബ്ബറി ഇൻ കൺസിസ്റ്റൻസി ആയിരിക്കാം, പക്ഷേ ഓവർലൈങ് സ്കിന്ന് നോർമൽ ആയിരിക്കാം. അപ്പോൾ ഓവർലൈങ് സ്കിൻ നോർമലായിട്ടുള്ള ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹോഡ്ജ്കിൻസ് ലിംഫോമയാണ്. ഹിസ്റ്റോളജി ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ MCQ ചോദിക്കാറ്. റീഡ് സ്റ്റീൻബർഗ് സെൽസ്, അതായത് ഒരു ഔളിൻ്റെ ഐ മാതിരിയാണ്, 2 ന്യൂക്ലിയസ് ഉള്ള ഒരു പർട്ടിക്കുലർ സെല്ലാണത്. അപ്പോൾ റീഡ് സ്റ്റേൺബർഗ് സെൽ, ഇറ്റ് ഈസ് അതർവൈസ് നോൺ എസ് ഔൾ ഐ അപ്പിയറൻസ് ആണ്. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ല് കിടക്കുകയാണ്. അപ്പോൾ അതാണ് റീഡ് സ്റ്റേൺബർഗ് സെല്ല്. ബി ലിംഫോസൈറ്റിക് ഒറിജിനാണ് ഓർ മോണോസൈറ്റിക് ഒറിജിനാണ്. അവർ ലാർജ് സൈസാണ്, 2 ന്യൂക്ലിയസ് കിടക്കുന്നുണ്ട്, ബൈലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണാം. ഓരോ ലോബിലും ഒരു ലാർജ് ആംഫോഫിലിക് ഓർ ഈസ്നോഫിലിക് ന്യൂക്ലിയസ് കാണാം. ക്രൊമാറ്റിൻ എന്തായിരിക്കും ന്യൂക്ലിയസിൻ്റെ വെസിക്കുലർ ആണ്, കണ്ടൻസ്ഡ് അറ്റ് ദ പെരിഫറി ആണ്. അപ്പോൾ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റിക് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് ന്യൂ ബോൺ ഇറ്റ്സ് പ്രസൻറ്റ് ഇൻ മെയിൻലി ഏതൊക്കെ ഡിസീസസ് ഞാൻ ചോദിക്കാറുണ്ട്. ഹോഡ്ജ്കിൻസ് ലിംഫോമ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കാർസിനോയിഡ്, സ്മോൾ ലങ് സെൽ ക്യാൻസർ ഓർ മെഡുലോബ്ലാസ്റ്റോമ. സ്റ്റേജിങ് ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജ് 1 സിംഗിൾ ലിംഫ് നോഡ് റീജിയൻ, സ്റ്റേജ് 2 ആണെങ്കിൽ 2 or more ലിംഫ് നോഡ്സ് ഓൺ ദ സെയിം സൈഡ്, സ്റ്റേജ് 3 ആണെങ്കിൽ ബോത്ത് സൈഡ് ലിംഫ് നോഡ്സ് ആർ ഇൻവോൾവ്, സ്റ്റേജ് 4 ആണെങ്കിൽ ഡിസെമിനേറ്റഡ് ഫോക്കൈ ഓഫ് ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേജ് 1 നിങ്ങൾ പിക്ചർ പഠിച്ചാൽ മതി. സ്റ്റേജ് 1 ആണെങ്കിൽ സിംഗിൾ ലിംഫ് നോഡ്, സ്റ്റേജ് 2 ആണെങ്കിൽ 2 or more ലിംഫ് നോഡ്സ് ഓൺ സെയിം സൈഡ് ആണ്, സ്റ്റേജ് 3 ആണെങ്കിൽ ബോത്ത് സൈഡ്സ് ലിംഫ് നോഡ്സ് ആർ ഇൻവോൾവ്ഡ് ആണ്. അതായത് ഡയഫ്രം ആണ് നമ്മൾ ലെവലായിട്ട് എടുക്കുക, ഡയഫ്രമിൻ്റെ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡയഫ്രമിൻ്റെ മുകളിലും താഴെ എഫക്റ്റഡ് ആണ്, അതാണ് സ്റ്റേജ് 3. സ്റ്റേജ് 4 ഡിസെമിനേറ്റഡ് ഫോക്കൈ ഓഫ് ഇൻവോൾവ്മെൻ്റ് ആണ് ഉള്ളത്. കമ്മിങ് ഓൺ ദ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ, അതിൻ്റെ പെർട്ടിക്കുലർ റീജിയൻ എവിടെയാണെന്നാണ് മെയിനായിട്ട് MCQ ചോദിക്കാറുള്ളത്. നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ ഈസ് മെയിൻലി സീൻ ഇൻ ദ പെലറ്റൽ ഏരിയയിലാണ് കാണുക, അതുകൊണ്ടാണ് പിക്ചർ കൊടുത്തത്. വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ലൊക്കേഷൻ ഓഫ് എക്സ്ട്രാ നോഡൽ ലിംഫോമ ഇൻ ഹെഡാനിക് ഏരിയ ഈസ് പെലറ്റ് ആണ്, വേർ ദ ട്യൂമർ അപ്പിയർ ആസ് നോൺ ടെൻഡർ ബോഗി സ്വെല്ലിംഗ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. പിക്ചറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്റോളജി ഓഫ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഡിഫ്യൂസ് ഇൻഫിൽട്രേഷൻ ഓഫ് സബ് എപ്പിത്തീലിയൽ, എപ്പിത്തീലിന് താഴെ നമുക്ക് കണക്റ്റീവ് ടിഷ്യൂവിൽ ലിംഫോമ കാണാൻ പറ്റും.
ഔട്ട്സൈഡ് ഓറൽ ക്യാവിറ്റി നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ കോമൺ ആയിട്ട് കാണുന്നത് നെക്ക് റീജിയനിലാണ്. ഓറൽ ക്യാവിറ്റിയിലാണെങ്കിൽ പലറ്റൽ റീജിയൻ, നേരത്തെ ഫോട്ടോ കണ്ടല്ലോ. ഇനി ഔട്ട്സൈഡ് ആണെങ്കിൽ നെക്ക് റീജിയനിലായിരിക്കും എൻലാർജ്മെൻറ്റ്, അത് ലാറ്ററൽ സെർവൈക്കൽ റീജിയനിലാണ് കോമൺ ആയിട്ട് കാണുക. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബർക്കിറ്റ്സ് ലിംഫോമ. നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയുടെ ഒരു ഹൈ ഗ്രേഡാണ് ബർക്കിറ്റ്സ് ലിംഫോമ. ഇറ്റ്സ് എ പ്രോളിഫറേഷൻ ഓഫ് ബി സെല്ലിൻ്റെ പ്രോളിഫറേഷൻ കൊണ്ടാണ്, ബി സെൽ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്സിൻ്റെ പ്രോളിഫറേഷൻ കൊണ്ടാണ് ബർക്കിറ്റ്സ് ലിംഫോമ. അത് ആദ്യം ഡിസ്ക്രൈബ് ചെയ്ത ആളാണ് ഡെന്നിസ് ബർക്കിറ്റ്. അയാളുടെ പേരിലാണ് ബർക്കിറ്റ്സ് ലിംഫോമ അറിയപ്പെടുന്നത്. ആൻഡ് ദ മെയിൻ കോസറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് ബർക്കിറ്റ്സ് ലിംഫോമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. എപ്സ്റ്റീൻ ബാർ വൈറസ് ഉണ്ടാക്കുന്ന വേറെ 2 ലീഷൻസ് കൂടിയുണ്ട്. ബർക്കിറ്റ്സ് ലിംഫോമ മാത്രമല്ല, ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസ് ആൻഡ് നേസോഫാരഞ്ചൽ കാർസിനോമ. അപ്പോൾ BIN ആണെന്ന് ഓർത്താൽ മതി. ബിൻ, എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻ ബിൻ എന്നാണ് ഞാൻ ഓർക്കാറ്. എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻ ബിൻ, അതായത് എപ്സ്റ്റീൻ ബാർ വൈറസ് കോസിങ് ബർക്കിറ്റ്സ് ലിംഫോമ, ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസ് ആൻഡ് നേസോഫാരഞ്ചൽ കാർസിനോമ. ബർക്കിറ്റ്സ് ലിംഫോമയുടെ ഹിസ്റ്റോളജിയാണ് പിന്നെ ചോദിക്കാറുള്ളത്. സ്റ്റാറി സ്കൈ അപ്പിയറൻസ്. അപ്പോൾ എന്താണ് ഈ സ്റ്റാറി സ്കൈ അപ്പിയറൻസ്? ആ ഹിസ്റ്റോളജി പിക്ചർ നോക്കുക, നിങ്ങൾക്ക് കാണാം കുറേ സ്റ്റാർ ആകാശത്ത് കുറേ സ്റ്റാർ കിടക്കുന്ന മാതിരി ഉണ്ടാവും. പക്ഷേ ആ സ്റ്റാർ മാതിരി അപ്പിയർ ചെയ്യുന്നത് ഏത് സെൽസ് ആണെന്നാണ് ചോദ്യം വരിക. ദീസ് ആർ മാക്രോഫേജസ് ആണ് വിത്ത് ആൻ അബണ്ടൻറ്റ് ക്ലിയർ സൈറ്റോപ്ലാസം. അപ്പോൾ ദീസ് ആർ മാക്രോഫേജസ് ആണ്. മാക്രോഫേജസ് ഭയങ്കര വലിയ സെൽസാണ്. അപ്പോൾ അവരുടെ സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും, അവർക്ക് 1-2 ന്യൂക്ലിയസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ ഈ സറൗണ്ടിങ് ആയിട്ടുള്ള ലിംഫോ റെറ്റിക്കുലാർ സെൽസിൻ്റെ സറൗണ്ടിങ്ങിൽ കിടക്കുന്നുണ്ടാണ്, അതിൽ ഇൻഡസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നുകൊണ്ടാണ് സ്റ്റാറി സ്കൈ അപ്പിയറൻസ്. മൾട്ടിപ്പിൾ മൈലോമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ബോൺ ക്യാൻസർ ഏതാണ്? മൾട്ടിപ്പിൾ മൈലോമയാണ്. സോ ഇറ്റ്സ് എ നിയോപ്ലാസം ഓഫ് ബോൺ ദാറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം സെൽസ് ഓഫ് ദ ബോൺ മാരോ. അപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ ബോൺ ക്യാൻസറാണെന്ന് പലരും ഓർക്കില്ല, പക്ഷെ നമ്മൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ബോൺ ക്യാൻസറാണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് കോമൺ ബോൺ ക്യാൻസറാണ്. ആൻഡ് ഇറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഏത് സെൽസാണ്? പ്ലാസ്മ സെൽസ് എന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. മൾട്ടി സെൻട്രിക് ഒറിജിനാണ്. ആൻഡ് ദ ലീഷൻസ് അറൈസിങ് ഇൻ ന്യൂമറസ് ഏരിയാസ് അറ്റ് അപ്രോക്സിമേറ്റ്ലി അറ്റ് ദ സെയിം ടൈമിൽ തന്നെ പല ഏരിയാസിൽ ഒറിജിൻ ചെയ്യുക. അതുകൊണ്ടാണ് മൾട്ടി സെൻട്രിക് ഒറിജിനാണ്. ആൻഡ് മാൻഡിബിൾ ആണ് മോസ്റ്റ്ലി കോമൺലി ദെൻ മാക്സില. റേഡിയോഗ്രാഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ പഞ്ച്ഡ് ഔട്ട് ആയിട്ട്, അത് ബോൺ ലീഷൻ അല്ലേ, അപ്പോൾ റേഡിയോഗ്രാഫ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ്. പല സ്ഥലത്ത് ഓട്ടകൾ മാതിരി പഞ്ച്ഡ് ഔട്ട് ആയിട്ട് ഏരിയാസ് കാണാൻ പറ്റും. മെയിൻ ലബോറട്ടറി ഫൈൻഡിങ് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ ഈസ് ബെൻ സ്റ്റോൺസ് പ്രോട്ടീൻ. അതൊരു അൺയൂഷ്വൽ പ്രോട്ടീനാണ് ബെൻ സ്റ്റോൺസ് പ്രോട്ടീൻ. അത് നമ്മൾ പർട്ടിക്കുലർ യൂറിൻ എടുത്തിട്ട് ആ യൂറിനിൽ പേഷ്യൻ്റെ യൂറിൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ 40 to 60 സെൻറ്റിഗ്രേഡ് എത്തുമ്പോൾ ഈ പ്രോട്ടീൻസ് അതിൽ നിന്ന് ഡിസപ്പിയേഴ്സ് വെൻ ദ യൂറിൻ ഇസ് ബോയിൽഡ്. എന്നിട്ട് വീണ്ടും നമ്മൾ ആ യൂറിൻ കൂളാക്കുമ്പോൾ ആ പർട്ടിക്കുലർ പ്രോട്ടീൻ അതിൽ വീണ്ടും റീഅപ്പിയർ ചെയ്യാം. അപ്പോൾ അതാണ് ബെൻ സ്റ്റോൺസ് പ്രോട്ടീൻ. ഓൾസോ സീൻ ഇൻ ലുക്കീമിയ ആൻഡ് പോളിസൈത്തീമിയയിലും ഇത് കാണാം. പക്ഷേ മൾട്ടിപ്പിൾ മൈലോമയുടെ മെയിൻ ഫീച്ചറാണ്, ലബോറട്ടറി ഫൈൻഡിങ് ആണ് ബെൻ സ്റ്റോൺസ് പ്രോട്ടീൻസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനാണ്, അവർ മാജിക് പ്രോട്ടീൻസ് എന്നാണ് ഞാൻ വിളിക്കുന്നത് അവരെ. കാരണം വെച്ചാൽ അവർ പെട്ടെന്ന് അപ്പിയർ ചെയ്യും, ഡിസപ്പിയർ ചെയ്യും, അതുപോലെ തന്നെ റീഅപ്പിയർ ചെയ്യും. അപ്പോൾ 40 to 60 ഡിഗ്രിയിലാണ് ഡിസപ്പിയർ ആവുക, അത് കഴിഞ്ഞ് വീണ്ടും റീഅപ്പിയർ ചെയ്യും. ആൻഡ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു ഈ ബോൺ ട്യൂമറാണ് മൾട്ടിപ്പിൾ മൈലോമ. ഒറിജിൻ ചെയ്യുന്ന പ്ലാസ്മ സെൽസ് ആണ്. അപ്പോൾ ഈ പ്ലാസ്മ സെൽസിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡീസാണ് റസൽസ് ബോഡീസ്. അപ്പോൾ പിക്ചർ നോക്കുക, പിക്ചറിൽ നിൽക്കുകയാണ് പ്ലാസ്മ സെൽസിൽ അതിൻ്റെ ന്യൂക്ലിയർ ക്രോമാറ്റിക് ഒരു സൈഡിലേക്ക് പെരിഫറിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് റസൽ ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. ഹിസ്റ്റോളജിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ മൈലോമയിൽ കുറേ പ്ലാസ്മ സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കുന്നത് കാണാം. ഷീറ്റ്സ് ഓഫ് ക്ലോസ്ലി പാക്ഡ് സെൽസ്, റൗണ്ട് അല്ലെങ്കിൽ അവോയ്ഡ് സെൽസ് ആണ്, വിത്ത് ഇസെൻട്രിക്കലി പ്ലേസ്ഡ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ സെൻട്രിക്കലി പ്ലേസ് പറഞ്ഞാൽ സൈഡിലേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ്, എക്സിബിറ്റിംഗ് ക്രോമാറ്റിൻ ഒക്കെ ക്ലംപ് ചെയ്തിട്ട്. അപ്പോൾ കാർട്ട് വീൽ ഓർ ചെക്കർ ബോർഡ് പാറ്റേൺ എന്നാണ് അതിന് വിളിക്കുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് വിളിക്കുന്ന പേരാണ് കാർട്ട് വീൽ ഓർ ചെക്കർ ബോർഡ് പാറ്റേൺ, സീൻ ഇൻ മൾട്ടിപ്പിൾ myeloma. Russell bodies are seen in multiple myeloma and the prognosis for multiple myeloma വളരെ poor ആണ്. 2 to 3 years മാത്രമേ ഉള്ളൂ. മസിൽ ട്യൂമേഴ്സ് ആണ് ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. മസിൽ ട്യൂമേഴ്സ് ആർ abnormal tissue growth located in originating from the muscle tissue.
മസിൽ ടിഷ്യൂ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഒരു മസിൽ എന്താ, സ്കെൽറ്റൽ മസിൽ എന്താ, സ്മൂത്ത് മസിൽ എന്താണെന്നൊരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും തോന്നുന്നു. അപ്പോൾ സ്കെൽറ്റൽ മസിലിൻ്റെ അപ്പിയറൻസ് ആണ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സ്കെൽറ്റൽ മസിൽ എങ്ങനെയായിരിക്കും? സ്ട്രൈറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാം അതിൽ സ്ട്രയേഷൻസ് കാണാൻ പറ്റും. എ ബാൻഡ്, അതുപോലെ തന്നെ ഐ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ബാൻഡ്സ് കാണാൻ പറ്റും. ക്രോസ് സ്ട്രയേഷൻസ് കാണാൻ പറ്റും. സ്കെൽറ്റൽ മസിലിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയാണ്. ഇത് സ്മൂത്ത് മസിലിൻ്റെ പിക്ചറാണ്. നോർമൽ സ്മൂത്ത് മസിലാണ്. നമുക്ക് കാണാം ന്യൂക്ലിയസ്, അതിവിടെ സ്ട്രയേഷൻസ് ഒന്നുമില്ല, എ ബാൻഡ് ഐ ബാൻഡ് ഒന്നുമില്ല. സോ ദിസ് ന്യൂക്ലിയസ് ഓഫ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ഇലോങ്ങേറ്റഡ് ആയിട്ട് കിടക്കുന്ന സ്മൂത്ത് മസിൽസ് വിസിബിൾ ആയിരിക്കും. കമ്മിങ് ഓൺ ടു ദ ഫസ്റ്റ് മസിൽ ട്യൂമർ, അത് ബിനൈൻ ന്യൂപ്ലാസം ഓഫ് സ്മൂത്ത് മസിൽ ആണ് എന്ത്? ലിയോമയോമ. സോ ലിയോമയോമ ഈസ് ദ ബിനൈൻ ന്യൂപ്ലാസം ഓഫ് സ്മൂത്ത് മസിൽസിൻ്റെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ സ്മൂത്ത് മസിലിൻ്റെ പിക്ചർ കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സ്മൂത്ത് മസിലിൻ്റെ ബിനൈൻ ന്യൂപ്ലാസം നടക്കുന്നതാണ് ലിയോമയോമ. അത് അൺകോമൺ ആണ്. ഓറൽ ക്യാവിറ്റിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ കാണുക ടങ്ങിലും ഹാർഡ് പെലറ്റൽ ഏരിയാസിലും ആയിരിക്കും. സ്മൂത്ത് മസിൽസിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റെയിൻസ് നമുക്ക് ഉപയോഗിക്കാം. മാസൻസ് ട്രൈക്രോം സ്റ്റെയിൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മാലറീസ് ഫോസ്ഫോടാങ്സ്റ്റനിക് ആസിഡ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ ഉപയോഗിക്കാം. PTH സ്റ്റെയിൻ എന്നാണ് വിളിക്കുക, PTH സ്റ്റെയിൻ. അപ്പോൾ സ്പെഷ്യൽ സ്റ്റെയിൻസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുക സ്മൂത്ത് മസിലിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ ഞാൻ കൊടുത്തിട്ടുള്ളത് ഓർക്കാൻ എളുപ്പത്തിലാണ്. സ്മൂത്ത് മസിൽ ആണെങ്കിൽ റെഡ് കളറായിരിക്കും. മാസൻ ട്രൈക്രോം സ്റ്റെയിൻ എന്ത് കളർ എടുക്കാമെന്ന് ചോദിക്കും, റെഡ് കളറാണ്. അതുപോലെ തന്നെ മയോഫൈബ്രിൽസ് PTH സ്റ്റെയിനിൽ ബ്ലൂ കളറാണ് എടുക്കുക. റാബ്ഡോമയോമ, ലിയോമയോമ എന്തായിരുന്നു? ബിനൈൻ ട്യൂമർ ഓഫ് സ്മൂത്ത് മസിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്കെൽറ്റൽ മസിൽ കണ്ടു. അതേ സ്കെൽറ്റൽ മസിലിൻ്റെ ഗ്രോത്ത് ആണെങ്കിലാണ് റാബ്ഡോമയോമ. ബിനൈൻ ട്യൂമർ ഓഫ് സ്കെൽറ്റൽ മസിൽ ഒറിജിനാണ് റാബ്ഡോമയോമ. ഇറ്റ് ഇസ് ഡിസ്ക്രൈബ് ബൈ സെങ്കർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ സെങ്കർ മയോമ എന്നും വിളിക്കാറുണ്ട്. ഫീറ്റൽ റാബ്ഡോമയോമ യൂഷ്വലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണത്. ഒക്കേഴ്സ് ഇൻ ന്യൂ ബോൺസ് ആൻഡ് യങ് ചിൽഡ്രൻ. ഓർത്തിരിക്കാൻ ഏറ്റവും നല്ലത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ പിക്ചർ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഫീറ്റൽ റാബ്ഡോമയോമയിൽ ആദ്യത്തെ ആ പിക്ചർ കാണിക്കുന്ന ബേബിയുടെയാണ്. അപ്പോൾ അത് ന്യൂ ബോണിലും അതുപോലെ തന്നെ യങ് ചിൽഡ്രനിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസിക്കൽ സൈറ്റ് ഉണ്ട്. ഏത് സൈറ്റിലാണ് ഫീറ്റൽ റാബ്ഡോമയോമ ഉണ്ടാവുക? അത് പോസ്റ്റീരിയർ ഒറിക്കുലർ റീജിയനിലായിരിക്കും. ഇത് ചെവിയുടെ ബാക്കിലത്തെ വശം. അപ്പോൾ ആ പിക്ചർ ഓർക്ക് ആ ചെവിയുടെ ബാക്കിലത്തെ വശം മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഫസ്റ്റ് പിക്ചറിൽ. സെക്കൻഡ് പിക്ചറിൽ ആ പർട്ടിക്കുലർ റീജിയനിൽ ആ ലീഷൻ കാണിച്ചത്, ആ ലീഷൻ എക്സൈസ് ചെയ്തെടുത്തതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് പിക്ചറിൽ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് റിമെമ്പർ, ക്ലാസിക്കൽ സൈറ്റ് ഓഫ് ഫീറ്റൽ റാബ്ഡോമയോമ ഇസ് പോസ്റ്റീരിയർ ഓറിക്കുലർ സോഫ്റ്റ് ടിഷ്യൂ ആണ്. Congenital or granular cell epulis, it's a unique and rare congenital tumor of alveolar mucosa of the jaw ആണ്. അപ്പോൾ ന്യൂ ബോൺസിലാണ് കാണുക മെയിനായിട്ട്. ന്യൂമാൻസ് ട്യൂമർ എന്ന് വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത് എളുപ്പത്തിന് ന്യൂമാൻ ട്യൂമർ എന്ന് ഓർക്കുന്നത്. ന്യൂ ബോണിലാണ് ഉണ്ടാവുക. കഞ്ചനൈറ്റൽ ഗ്രാനുലാർ സെൽ എപ്യൂലിസ് ആണ്. എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഓൺ ദ ആൻറ്റീരിയർ ആലുലാർ റിഡ്ജ് ഓഫ് ദ ന്യൂ ബോൺസ് ആണ്. മെയിൻലി ആൻറ്റീരിയർ ആലുലാർ റിഡ്ജിലാണ് കാണുക. അത് മാക്സിലയിലാണ് കാണുക. അതുകൊണ്ടാണ് ഞാൻ ആ പിക്ചർ മാക്സിലയുടെ കൊടുത്തിട്ടുള്ളത്. 2:1 കെനൈൻ ആൻഡ് ലാറ്ററൽ ഇൻസൈസർ ഏരിയയിലാണ് മെയിനായിട്ട് കാണുക. അപ്പോൾ ജസ്റ്റ് റിമെമ്പർ ദ പിക്ചർ ഓർത്താൽ മതി നിങ്ങൾ. മെയിനായിട്ട് ന്യൂ ബോൺസിൽ ആൻറ്റീരിയർ ആലുലാർ റിഡ്ജ് ഓഫ് ദ ന്യൂ ബോൺസ്, ന്യൂമാൻ ട്യൂമർ, യുണീക്ക് ആൻഡ് റെയർ കഞ്ചനൈറ്റൽ ട്യൂമർ ഓഫ് ആലുലാർ മ്യൂക്കോസ ഓഫ് ദി ജോ, മെയിൻലി മാക്സില കമ്പയർഡ് ടു മാൻഡിബിൾ, കെനൈൻ ആൻഡ് ലാറ്ററൽ ഇൻസൈസർ റീജിയൻ. ലിയോമയോസാർക്കോമ. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ലിയോമയോമ നേരത്തെ പഠിച്ചു. ഇറ്റ്സ് എ ബിനൈൻ ട്യൂമർ ഓഫ് സ്മൂത്ത് മസിൽ. അപ്പോൾ അതിൽ കൂടെ സാർക്കോമ ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാലിഗ്നന്റ് ട്യൂമർ ഓഫ് സ്മൂത്ത് മസിലാണ്. റാബ്ഡോമയോസാർക്കോമ. റാബ്ഡോമയോമ എന്തായിരുന്നു? ബിനൈൻ ട്യൂമർ ഓഫ് സ്കെൽറ്റൽ മസിൽ. അപ്പോൾ റാബ്ഡോമയോസാർക്കോമ ഇറ്റ്സ് എ മാലിഗ്നന്റ് ട്യൂമർ ഓഫ് സ്കെൽറ്റൽ മസിലാണ്. സോഫ്റ്റ് ടിഷ്യൂ ന്യൂപ്ലാസം ഓഫ് സ്കെൽറ്റൽ മസിൽ ഒറിജിൻ. മോസ്റ്റ് കോമൺ സോഫ്റ്റ് ടിഷ്യൂ ന്യൂപ്ലാസം ഓഫ് ചിൽഡ്രൻ ആണ്. മോസ്റ്റ് കോമൺലി കാണുന്ന ചിൽഡ്രനാണ്, അഡോളസൻസ് ആൻഡ് യങ് ചിൽഡ്രനാണ് റാബ്ഡോമയോസാർക്കോമ കാണുന്നത്. മയോബ്ലാസ്റ്റോമ ഞാൻ ഓർക്കുന്നത് അത് ടങ്കിൻ്റെ ലീഷനായിട്ടാണ്. അതുകൊണ്ടാണ് ടങ്കിൻ്റെ പടാണോ കൊടുത്തിട്ടുള്ളത്. മയോബ്ലാസ്റ്റോമ ഇറ്റ്സ് എ ബിനൈൻ ട്യൂമർ ഓഫ് ടങ് ആണ്. ടങ് ഇസ് ദ കോമണസ്റ്റ് സൈറ്റാണ് മയോബ്ലാസ്റ്റോമയുടെ. അതുപോലെ തന്നെ അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് ഗ്രാനുലാർ സെൽ മയോബ്ലാസ്റ്റോമ. അപ്പോൾ സ്യൂഡോ എപ്പിത്തീലിയമാറ്റസ് ഹൈപ്പർപ്ലീസിയ എന്നതിനെ വിളിക്കാറുണ്ട്. ആൻഡ് ഇതൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. പക്ഷേ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ജസ്റ്റ് നോട്ട് ഡൗൺ ബ്ലാസ്റ്റോമൈക്കോസിസ്, പാപ്പുലറി ഹൈപ്പർപ്ലീസിയ ആൻഡ് ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്രമെറ്റോസിസ്. മെയിനായിട്ട് സൈറ്റാണ് ചോദിക്കുക. മയോബ്ലാസ്റ്റോമ ഒക്കേഴ്സ് ഓൺ ടങ്കിലാണ് മെയിനായിട്ട് ഒക്കറൻസ്. കമ്മിങ് ഓൺ ടു നെർവ് ടിഷ്യൂ ട്യൂമേഴ്സ്. നെർവ് ടിഷ്യൂ ട്യൂമേഴ്സ് പലതരത്തിലുണ്ടാവാം. നമുക്ക് നേരത്തെ പറഞ്ഞു ബിനൈൻ ഉണ്ടാവും, മാലിഗ്നൻ്റ് ഉണ്ടാവും.
അതിൻ്റെ കൂടെ തന്നെ റിയാക്റ്റീവായിട്ടും ഉണ്ടാവാം. അതായത് ഒരു പെർട്ടിക്കുലർ നെർവിന് ഡാമേജ് ഉണ്ടായാൽ വരുന്നതാണ് ട്രോമാറ്റിക് ന്യൂറോമ. ഇനി ആ പെർട്ടിക്കുലർ നെർവിൻ്റെ തന്നെ ബിനൈൻ ട്യൂമേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? ഗ്രാനുലാർ സെൽ ട്യൂമർ, മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലാസിയ സിൻഡ്രോം ഓർ മെൻ സിൻഡ്രോം. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പഠിക്കണം. ന്യൂറോ ഫൈബ്രോമ, ന്യൂറിലെമ്മോമ. ന്യൂറിലെമ്മോമയുടെ അതർ നെയിമാണ് ഷ്വാനോമ. പിന്നെ മെലനോട്ടിക് ന്യൂറോ എക്ടോഡമൽ ട്യൂമർ ഓഫ് ഇൻഫൻസി. മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിൽ വരുന്നതാണ് മാലിഗ്നൻറ്റ് ഷ്വാനോമ ആൻഡ് ഓൾഫാക്ടറി ന്യൂറോബ്ലാസ്റ്റോമ. പർട്ടിക്കുലർ പിക്ചർ ഞാൻ കൊടുത്തിട്ടുള്ളത് നെർവിൻ്റെ പർട്ടിക്കുലർ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫീച്ചറിന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നോർമൽ നെർവ് ടിഷ്യൂ ആണ്. അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, നിങ്ങൾക്ക് ന്യൂക്ലിയസ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷ്വാൻ സെൽസ് കാണാം. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുക. ഷ്വാൻ സെൽസ് ഉണ്ട്. ഷ്വാൻ സെൽസ് ആർ ദ മൈലിൻ ഷീത്ത് ഓൺ ആക്സൺ ആണ്. ദേ ആർ ഫോമിങ് ദ മൈലിൻ ഷീത്ത് ഓൺ ആക്സോൺ. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ നെർവ് ട്യൂമേഴ്സ് ഒറിജിൻ ചെയ്യുന്നത് ഷ്വാൻ സെൽസ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ 1 ഷ്വാൻ സെൽ കാണിച്ചിട്ടുണ്ട്, ആ ബ്ലൂ പോർഷൻ. അപ്പോൾ അതാണ് 1 ഷ്വാൻ സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിക്ചറിലി നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും നീറ്റ് എക്സാമിന്. അതുകൊണ്ടാണ് നെർവ് ടിഷ്യൂവിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. Tumors of the neural tissue arise in connection with the sheath of peripheral nerves, neuroglia and immature nerve cells themselves ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മെജോറിറ്റി ഓഫ് ദ ട്യൂമേഴ്സ് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം ആർ ഡിറൈവ് ഫ്രം ദ ഷ്വാൻ സെൽസ് എന്നാണ് ഒറിജിൻ ഉള്ളത്. സോ ഫസ്റ്റ് വൺ ട്രോമാറ്റിക് ന്യൂറോമ. ഞാൻ പറഞ്ഞു ഇഞ്ചുറി മൂലം, നെർവിന് വരുന്ന ഇഞ്ചുറി മൂലം വരുന്ന ഒരു ലീഷനാണ് ട്രോമാറ്റിക് ന്യൂറോമ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സൈറ്റ് ഓഫ് പ്രീവിയസ് ഇഞ്ചുറി. ആ ടേമിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ട്രോമാറ്റിക്. മെയിൻലി ഏത് പെർട്ടിക്കുലർ പോർഷനിലാണ് എഫക്റ്റഡ് ആയിട്ടുള്ളത് വരാറ്? മെൻറ്റൽ ഫൊറാമൻ്റെ ഏരിയയിലാണ്. അപ്പോൾ അത് പ്രാക്ടിക്കലി ഓറിയൻ്റായി ചോദിക്കാറുണ്ട്. ട്രോമാറ്റിക് ന്യൂറോമ ഓഫ് മെൻറ്റൽ ഫൊറാമൻ ആണ് മോസ്റ്റ്ലി റിപ്പോർട്ടഡ് ആയിട്ട് വരുന്ന കേസസ്. ക്ലിനിക്കലി നോക്കുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ട്രോമാറ്റിക് ന്യൂറോമയ്ക്ക് എപ്പോഴും ഒരു ഹിസ്റ്ററി ഓഫ് ട്രോമ ഉണ്ടാവും നമ്മൾ പേഷ്യൻ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഇറ്റ് ഒക്കേഴ്സ് നിയർ ദ മെൻറ്റൽ ഫൊറാമൻ ഏരിയയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓൺ ദ ആലാർ റിഡ്ജിൻ്റെ ഇഡഞ്ചലസ് ഏരിയ ഓർ ഓൺ ദ ലിപ്സ് ഓർ ദ ടങ്കിലും കാണാം. ഇതൊക്കെയാണ് പെർട്ടിക്കുലർ സൈറ്റ്സ് ഓഫ് ട്രോമാറ്റിക് ന്യൂറോമ. അപ്പോൾ എപ്പോഴും ട്രോമാറ്റിക് ന്യൂറോമയുടെ ഫൈനൽ ഡയഗ്നോസിസ് ഇസ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി കൂടിയാണ്. ഹിസ്റ്ററി ഓഫ് ട്രോമയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഹിസ്റ്റോളജിക്കലി ട്രോമാറ്റിക് ന്യൂറോമ ഈസ് എ മാസ് ഓഫ് ഇറഗുലർ ആയിരുന്നു. ആ പിക്ചർ നോക്കുക നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇറഗുലർ ആൻഡ് ഓഫൺ ഇൻ്റർലേസിങ് ന്യൂറോ ഫൈബ്രിൽസിനെ കാണാൻ പറ്റും. ആൻഡ് ഷ്വാൻ സെൽസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ കണക്റ്റീവ് ടിഷ്യൂ സ്ട്രോമ ഓഫ് ഐദർ സ്കാൻറ്റി ഓർ പ്ലെൻറ്റിഫുൾ പ്രപ്പോർഷനാണ്. അപ്പോൾ ആ ബണ്ടിലായി എടുക്കുന്നതാണ് നെർവ് ഫൈബേഴ്സ്. പാലിസീഡഡ് എൻക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോമ ഇറ്റ്സ് എ ബിനൈൻ ന്യൂറോമിയാണ്. ട്രൂ ന്യൂറോമിയാണ്. ട്രോമ മൂലം ഉണ്ടാകുന്നതല്ല, ട്രൂ ആണ്. ആൻഡ് ദ സൈറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് പാലിസീഡഡ് എൻക്യാപ്സുലേറ്റ് ന്യൂറോമയാണ് ചോദിക്കാറുള്ളത്. പാലറ്റ് ആൻഡ് അപ്പർ ലിപ്പാണ്, ഫോളോഡ് ബൈ ടങ്. യൂഷ്വലി അതിൻ്റെ ഇറ്റ് ഈസ് ഫേം ആയിരിക്കും വിത്ത് ദ ആബ്സെൻസ് ഓഫ് ബട്ടൺ ഹോൾ സൈൻ ആണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. They are classified as true neuroma because of the proportion of axons to Schwann cells. എന്തായിരിക്കും? ആക്സൺ ടു Schwann സെൽസിൻ്റെ പ്രൊപ്പോർഷൻ 1:1 ആണ് കാണാറുള്ളത്. അതുകൊണ്ടാണ് അവർ ട്രൂ ന്യൂറോമയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പാലിസീഡ് എൻക്യാപ്സുലേറ്റഡ് ന്യൂറോമ അതിന് പെർട്ടിക്കുലർ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റെയിൻസ് നോക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് കളർ ആരോ മാർക്ക് നോക്കുക, ബ്ലാക്ക് ത്രെഡ് ലൈക്ക് ആയിട്ട് ഡയഗ്രാമിൽ കാണുന്നില്ലേ, അതാണ് നെർവ്സ്. അപ്പോൾ ആ പെർട്ടിക്കുലർ നമ്മൾ സിൽവർ മെത്തേഡാണ്, അമോണിയാക്കൽ സിൽവർ മെത്തേഡ് ഓഫ് സ്റ്റെയിനിങ് ആണ്. അത് ഷോഫീൽഡ് മെത്തേഡ് എന്നാണ് വിളിക്കുക. മോഡിഫിക്കേഷൻ ഓഫ് ദ ബ്ലിറ്റ്സ്കോവി സിൽവർ മെത്തേഡ്, അമോണിയാക്കൽ സിൽവർ മെത്തേഡ് ടു സ്റ്റെയിൻ ദ പെരിഫറൽ നെർവ് ആക്സൺ റിസൾട്ട്സ് ഇൻ എ ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് കളർഡ് സ്റ്റെയിൻഡ് ആക്സൻസ് ആയിരിക്കും ആൻഡ് റിവീൽ ദ പ്രസൻസ് ഓഫ് ന്യൂമറൽ ആക്സൻസ് വിത്തിൻ ദ ട്യൂമർ. അപ്പോൾ ആ ബ്ലാക്ക് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ലീഷനായിരിക്കും എൻക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോമ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻ അടുത്തത് ഷ്വാനോമ ഓർ ന്യൂറിലെമ്മോമ. ഇറ്റ്സ് എ ട്യൂമർ ഓഫ് നെർവ് ഷീത്തിൻ്റെ ഒറിജിനാണ് ആൻഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഷ്വാൻ സെൽസ് സറൗണ്ടിങ് ദ ടിഷ്യൂ. ഞാൻ ഓൾറെഡി ഷ്വാൻ സെൽസ് എന്താണെന്ന് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഷ്വാൻ സെൽസിന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ഷ്വാനോമ ഓർ ന്യൂറിലെമ്മോമ. ദേ ആർ അൺകോമൺലി ന്യൂറിലെമ്മോമാസ് മേ ബി പ്രസൻറ്റ് ആസ് മൾട്ടിപ്പിൾ ലീഷൻസ് കാണുന്നത് ന്യൂറോ ഫൈബ്രോമെറ്റോസിസ് എന്ന് പറഞ്ഞ ഡിസീസിലാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ന്യൂറിലെമ്മോമാസ് കാണുന്നത് ഏത് ഡിസീസിലാണെന്ന് ചോദിക്കാറുണ്ട്. മെയിൻലി ഇൻ കേസ് ഓഫ് ന്യൂറോ ഫൈബ്രോമെറ്റോസിസ്. ഓറലി ഷ്വാനോമ എങ്ങനെയാണ് പ്രസൻറ്റ്? സ്ലോലി ഗ്രോയിങ് ആയിരിക്കും. എൻക്യാപ്സുലേറ്റഡ് ട്യൂമർ ദാറ്റ് ടിപ്പിക്കലി അറൈസസ് ഇൻ അസോസിയേഷൻ വിത്ത് എ നെർവ് ട്രങ്ക് ആൻഡ് ഇറ്റ് ഗ്രോസ്, ഇറ്റ് പുഷസ് ദ നെർവ് എസൈഡ് വിത്ത് അക്കമ്പനീഡ് സിംറ്റംസ് ലൈക്ക് ടെൻഡർനെസ് ഓഫ് പെയിൻ ആണ്. അപ്പോൾ മോസ്റ്റ് കോമൺ സൈറ്റേ ചോദിക്കാറുള്ളൂ എക്സാംസിന്. ഷ്വാനോമ മോസ്റ്റ് കോമൺ സൈറ്റ് ഇസ് ടങ്ക്. ന്യൂറിലെമ്മോമ ഓർ ഷ്വാനോമയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് അതിൻ്റെ ആർക്കിടെക്ചറാണ്. അതിൽ ഏതൊക്കെ സെൽസാണുള്ളത്,
അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. ആൻറ്റോണി എ ടൈപ്പ് ഓഫ് സെൽസും ആൻറ്റോണി ടൈപ്പ് ഓഫ് ബി ടൈപ്പ് ഓഫ് സെൽസും. അതുപോലെ തന്നെ ന്യൂക്ലിയർ പാലിസേഡിങ് കാണാം, അതിനെയാണ് വെറുക്കെ ബോഡീസ് എന്ന് വിളിക്കുക. ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ടാവും ഇതിന് വിത്ത് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള പേരിൽ നാം ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ക്യാൻ ഓൾസോ ബി സീൻ. അപ്പോൾ നെക്സ്റ്റ് പിക്ചറിൽ ഞാൻ കാണിക്കാം ആൻറ്റോണി എ എന്താ, ബി എന്താ, വെറുക്കെ ബോഡീസ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. ആൻറ്റോണി ടൈപ്പ് എ സെൽസ് എന്ന് പറയുന്നത് ദെയർ ടിഷ്യൂ ഇസ് മേഡപ്പ് ഓഫ് സെൽസ് വിത്ത് ഇലോങ്ങേറ്റഡ് ഓർ സ്പിൻഡിൽ ഷേപ്പ് ന്യൂക്ലിയസ് ആണ്. ഒരു പാലിസേഡിങ് പാറ്റേൺ ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും ഈ സെൽസ്, ഒരു പാരലൽ ഫാഷനിലായിരിക്കും സെൽസ് എല്ലാം അറേഞ്ച്ഡ് ആയിട്ടുണ്ടാവുക. അതിനെയാണ് ആൻറ്റോണി ടൈപ്പ് എ എന്ന് പറയുന്നത്. വെറസ് ബി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല അവർക്ക്. മറ്റത് പാരലൽ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ബി വിൽ ബി ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ അറേഞ്ച്ഡ് ആയിരിക്കും. എ വിൽ ബി പാരലറി അറേഞ്ച്ഡ്, ബി വിൽ ബി ഡിസോർഡർലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്. പിക്ചർ നോക്കുക, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ആൻറ്റോണി ടൈപ്പ് എ സെൽസും ആൻറ്റോണി ടൈപ്പ് ബി സെൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കാണിക്കുന്നതാണ് ആൻറ്റോണി ടൈപ്പ് എ സെൽസ്, അതുപോലെ തന്നെ ബ്ലൂ ആയിട്ടുള്ള ആരോ മാർക്ക് കാണിക്കുന്നതാണ് ആൻറ്റോണി ടൈപ്പ് ബി ആയിട്ടുള്ള സെൽസ്. എ ടൈപ്പ് ഓഫ് സെൽസ് ബ്ലാക്കിൽ കാണിക്കുന്നത്, ബ്ലാക്ക് ആരോ മാർക്ക് പാരലലി അറേഞ്ച്ഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ പെർട്ടിക്കുലർ ഡിസോർഡേഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ആൻറ്റോണി ടൈപ്പ് ബി ടൈപ്പ്. അനദർ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ആൻറ്റോണി ടൈപ്പ് ബി സെൽസ് ഉണ്ടല്ലോ, ഡിസോർഡേഡ് ആയിട്ട് അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസ്, അവർ ഡീജനറേറ്റ് ചെയ്യും വിത്തിൻ ദ ലീഷൻ. അപ്പോൾ അവർ ഡീജനറേറ്റ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ഫോം ചെയ്യുന്ന കാണാം. മൈക്രോ സിസ്റ്റ് ഇൻ ഷ്വാനോമ ഈസ് അക്കൗണ്ടഡ് ഡ്യൂ ടു ഡീജനറേഷൻ ഓഫ് ഏത് ടൈപ്പ് ഓഫ് സെൽസ് എന്ന് ചോദിക്കാം. എ ആണോ ബി ആണോ? ബി ആണ്. ഓക്കെ, ഇനി പിന്നെ ചോദിക്കുന്നത് വാട്ട് ആർ വെറുക്കെ ബോഡീസ് എന്താണ്. അപ്പോൾ വെറുക്കെ ബോഡീസ് സ്മോൾ ഹയാലിൻ സ്ട്രക്ചേഴ്സ് ആണ്. ആ പിങ്ക് കളറായിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണുന്നില്ലേ ആരോ മാർക്ക്, അപ്പോൾ ദീസ് ആർ ആക്ച്വലി വെറുക്കെ ബോഡീസ് സീൻ ഇൻ ദ കേസ് ഓഫ് ന്യൂറി ലെമ്മോമ. Coming on to ancient schwannoma. Ancient schwannoma is a histologically variant of schwannomeയാണ്. നമുക്ക് ക്ലിനിക്കലി കാണുമ്പോൾ രണ്ടുപേരും ഒരേപോലെ തോന്നും, പക്ഷേ ഹിസ്റ്റോളജിക്കലി മാത്രമേ വേരിയേഷൻ ഉള്ളൂ. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ബൈ ഏക്കർമാൻ ആൻഡ് ടൈലർ. അത് ഭയങ്കര ഏർലി 1950 ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് അതിനെ ഏൻഷ്യൻ ഷ്വാനോമ എന്ന് വിളിക്കുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്ത് ആരാന്ന് ചോദിക്കാറുണ്ട്, ഏക്കർമാൻ ആൻഡ് ടൈലർ. കമ്മിങ് ഓൺ ടു ന്യൂറോഫൈബ്രോമ, ഇറ്റ്സ് എ നോൺ എൻകാപ്സുലേറ്റഡ് ട്യൂമർ ഓഫ് ഷ്വാൻ സെൽസ് ആണ് ന്യൂറോഫൈബ്രോമ. വെറസ് ന്യൂറി ലെമ്മോമ ഷ്വാനോമ എൻകാപ്സുലേറ്റഡ് ആയിരുന്നു, ന്യൂറോഫൈബ്രോമ നോൺ എൻകാപ്സുലേറ്റഡ് ആണ്, അതാണ് ഡിഫറൻസ്. ആൻഡ് ഇവരുടെ ഒറിജിനും മെയിൻലി ഷ്വാൻ സെൽസ് ആൻഡ് പെരിന്യൂറൽ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് തന്നെയാണ്. ന്യൂറോഫൈബ്രോമ മെയിനായിട്ട് നമ്മൾ ഒക്കർ ചെയ്യുന്നത് ഏതൊക്കെ ഫോമിൽ നിന്നാണ് ചോദിക്കാറ്. അത് സോളിറ്ററി ആയിട്ട് സിംഗിൾ ലീഷനായിട്ട് പ്രസൻ്റ് ആയിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഡിഫറെൻറ്റ് ഒരു വോൺ ട്രെക്ലിംഗ് ഹോസൻസ് ഡിസീസ് ഓഫ് ദ സ്കിൻ കേട്ടിട്ടില്ലേ നിങ്ങൾ. അപ്പോൾ മൾട്ടിപ്പിൾ ന്യൂറോഫൈബ്രോമാസ് ആർ സീൻ ഇൻ കേസ് ഓഫ് വോൺ ട്രെക്ലിംഗ് ഹോസൻസ് ഡിസീസ് ഓഫ് ദ സ്കിൻ. ഇനി 3 ഗ്രോത്ത് പാറ്റേൺസ് ഉണ്ട് ഈ ന്യൂറോഫൈബ്രോമയ്ക്ക്. ലോക്കലൈസ്ഡ് ആയിരിക്കാം, ഡിഫ്യൂസ് ആയിട്ട് കാണാം, അതുപോലെ തന്നെ പ്ലെക്സിഫോം ടൈപ്പിലും കാണാം. ഇത് ഹിസ്റ്റോളജിക്കൽ പിക്ചർ ഓഫ് ന്യൂറോഫൈബ്രോമയാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. സ്ട്രെഡഡ് ക്യാരറ്റ് അപ്പിയറൻസ് ആണ് ന്യൂറോഫൈബ്രോമയിൽ കാണുക. ഇപ്പോൾ ന്യൂറോഫൈബ്രോമയിൽ സ്ട്രെഡഡ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഇങ്ങനെ ചെത്തി ചീമ്പിയിട്ട മാതിരി, അതുപോലെയാണ് സെക്കൻഡ് പിക്ചർ നോക്കിയാൽ മതി. ക്യാരറ്റ് ഇങ്ങനെ ചെത്തി ചീമ്പിയിട്ട മാതിരിയാണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് കൊളാജൻ വിൽ ബി ഇൻ സ്ട്രെഡഡ് ക്യാരറ്റ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. കമ്മിങ് ഓൺ ടു ന്യൂറോഫൈബ്രമറ്റോസിസ്, അപ്പോൾ സോളിറ്ററി ന്യൂറോഫൈബ്രോമാസ് മൾട്ടിപ്പിളായിട്ട് കുറേ കാണുന്ന ലീഷൻ ഏതാണ്? വോൺ ട്രെക്ലിംഗ് ഹോസൻ ഡിസീസ് ഓഫ് ദ സ്കിൻ ആണ്. അപ്പോൾ ഈ ഡിസീസിനെ കുറിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. അതുപോലെ തന്നെ ന്യൂറോഫൈബ്രോമാസ് അതുപോലെ തന്നെ മെയിൻലി എന്തൊക്കെയാണ് ഉണ്ടാവുക? സ്കിൻ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ബോണി അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ വോൺ ട്രെക്ലിംഗ് ഹോസൻ ഡിസീസിൻ്റെ ഫീച്ചേഴ്സാണ് മൾട്ടിപ്പിൾ ന്യൂറോഫൈബ്രോമ, സ്കിൻ പിഗ്മെൻറ്റേഷൻ ആൻഡ് ബോണി അബ്നോർമാലിറ്റീസ്, ആൻഡ് വിത്ത് എ പ്രിഡിലിക്ഷൻ ടു ഡെവലപ്പ് ന്യൂറോഫൈബ്രോസാർക്കോമ. ഇനി പ്രസൻസ് ഓഫ് 6 or more കഫ്യൂലേറ്റ് സ്പോട്ട്സ് ഉണ്ടാവും. 1.5 cm ഡയമീറ്ററിൽ ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവും. അത് മോർ ദാൻ 6 ഉണ്ടാവും. അതിനെയാണ് കഫ്യൂലേറ്റ് മെക്യൂൾസ് എന്ന് വിളിക്കാം. അതർ ലീഷൻസ് വിത്ത് കഫ്യൂലേറ്റ് സ്പോട്ട്സ് അതർ ദാൻ ന്യൂറോഫൈബ്രമറ്റോസിസ്, കഫ്യൂലേറ്റ് സ്പോട്ട്സ് കാണുന്ന ലീഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് പോലെ പോളിയോസ്റ്റോട്ടിക് ഫൈബ്രസ് ഡിസ്പ്ലേസിയയിലാണ് കാണുക, പോളിയോസ്റ്റോട്ടിക് ഫൈബ്രസ് ഡിസ്പ്ലേസിയയിൽ. ഇനി വാട്ട് ഈസ് ദ ഹെറിഡിറ്ററി, എന്തുകൊണ്ടാണ് ഈ വോൺ ട്രെക്ലിംഗ് ഹോസൻ ഡിസീസ് ഓഫ് സ്കിൻ ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ ഓഫ് NF1 gene on chromosome 17q11.2 which is responsible for tumor suppressor protein product known as neurofibrin. അപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോട്ടീൻ്റെ ഡിഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ അതിൽ മ്യൂട്ടേഷൻ ഓഫ് NF1 ജീനാണ് നടക്കുന്നത്. ഏത് ക്രോമസോമാണ്? 17q11.2.
വാട്ട് ഈസ് ദ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഓഫ് വോൺ റെക്ലിംഗ്-ഹോസൻസ് ഡിസീസ്? അപ്പോൾ 6ൽ കൂടുതൽ ആയിട്ടുള്ള 6 ഓർ മോർ കഫ്യൂലേറ്റ് മെക്യൂൾസ് ഉണ്ടാവണം. അപ്പോൾ ഓരോന്നും ഓവർ 1 mm ഡയമീറ്ററിന് മേലെങ്കിലും ഉണ്ടാവണം. അതുപോലെ തന്നെ 2 ഓർ മോർ ന്യൂറോ ഫൈബ്രോമാസ് ഉണ്ടാവണം. ഫ്രെക്ലിംഗ് ഇൻ ദ ആക്സിലറി ഓർ ഇൻക്വീനൽ റീജിയൻസ്, അതിൻ്റെ കൈയുടെ താഴെ അല്ലെങ്കിൽ ആക്സിലറി റീജിയൻ അല്ലെങ്കിൽ ഇൻക്വീനൽ റീജിയനിൽ ഫ്രെക്ലിംഗ് കാണും. അതിനാണ് ക്രോവ് സൈൻ എന്ന് വിളിക്കുക. ഒപ്റ്റിക് ഗ്ലിയോമ, 2 ഓർ മോർ ലിഷ് നോഡ്യൂൾസ്, അതായത് കണ്ണിൻ്റെ ഉള്ളിൽ ഐറിസ് ഹെമർത്തോമാസ് തന്നെയാണ് വിളിക്കുക. ലിഷ് നോഡ്യൂൾസ് ഉണ്ടാവും. ഡിസ്റ്റിങ്ക്റ്റ് ഓഷ്യസ് ലീഷൻസ് സച്ച് സ്പിനോയിഡ് ഡിസ്പ്ലേസിയ ഓർ തിന്നിങ് ഓഫ് ലോങ് ബോൺ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അതായത് ആരെങ്കിലും ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഡിസോർഡർ ആണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു ഹെറിറ്ററി പേരൻറ്റോ അല്ലെങ്കിൽ സിബ്ലിങ്ങോ ഓർ ഓഫ് സ്പ്രിങ്ങോ ഉണ്ടായിരിക്കും പേഷ്യൻറ്റിന് എഫക്റ്റഡ് ആയിട്ടുള്ളത്. റേഡിയോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി എൻലാർജ്മെൻറ്റ് ഓഫ് ബ്രാഞ്ചിങ് ഓഫ് മാൻഡിബുലർ കെനാലിൻ്റെ ബ്രാഞ്ചിങ് കാണാം. അപ്പോൾ റെഡ് ആരോ മാർക്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ മാൻഡിബുലർ കെനാൽ ഭയങ്കരമായിട്ട് എൻലാർജ്ഡ് അല്ലേ. ആൻഡ് ഇൻക്രീസ്ഡ് ബോൺ ഡെൻസിറ്റി ഈസ് ഓൾസോ ദെയർ. അപ്പോൾ ദിസ് ഇസ് സീൻ ഇൻ വോൺ റെക്ലിംഗ്-ഹോസൻസ് ഡിസീസാണ്. അപ്പോൾ ദിസ് പിക്ചർ ക്ലിനിക്കലി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഈ പിക്ചർ ഓർത്ത് വെച്ചാൽ മതി. ഐറിസ് ഹിമാർത്തോമ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിഷ് നോഡ്യൂൾസ് കാണാം. കഫ്യൂലേറ്റ് സ്പോട്ട്സ് ഓൺ ദ ബോഡി ഓഫ് ദ പേഷ്യൻ്റ് കാണാം. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂറോഫൈബ്രമറ്റോസിസ് ഇൻ വോൺ റെക്ലിംഗ്-ഹോസൻസ് ഡിസീസ്. Coming on to multiple endocrine neoplasia syndrome 3. It is characterized by tumors of endocrine organs occurring in association with a variety of other pathological features. അപ്പോൾ ഇതിന് നമ്മൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ടൈപ്പ് 1 മെൻ സിൻഡ്രോം 1, മെൻ സിൻഡ്രോം 2 ആൻഡ് മെൻ സിൻഡ്രോം 3. മെൻ സിൻഡ്രോം ടൈപ്പ് 1 is actually benign tumor of pancreatic islets ആണ്. മെൻ സിൻഡ്രോം 2 എന്ന് പറയുന്നത് സിപ്പിൾ സിൻഡ്രോം. ഡീറ്റെയിലായി പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഏതൊക്കെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് ഓർത്താൽ മതി. ടൈപ്പ് 1 ആണ് ബിനൈൻ ട്യൂമർ ഓഫ് പാൻക്രിയാറ്റിക് ഐലറ്റ്സ്. ടൈപ്പ് 2A ആണ് സിപ്പിൾ സിൻഡ്രോം. ടൈപ്പ് 2B ആണ് പേഷ്യൻസ് ഹാവിംഗ് എൻ അബ്നോർമൽ ഫീനോടൈപ്പ് characterized by marfanoid habitus and neuromas on the tongue. Type 3 is inherited as autosomal dominant disorder ആണ് with a high degree of penetrance ആണ്. മെയിനായിട്ട് അതിൽ ടൈപ്പ് 2 ആണ് ചോദിക്കാറുള്ളത്, സിപ്പിൾ സിൻഡ്രോം. കമ്മിങ് ഓൺ ടു ഹിസ്റ്റോളജി പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര റിസെംബ്ലൻസ് ആണ് ട്രോമാറ്റിക് ന്യൂറോമയായിട്ട്. സ്ട്രൈക്കർ റിസെംബ്ലൻസ് ടു ട്രോമാറ്റിക് ന്യൂറോമ and their pheochromocytomas may result in increased level of vanil mandelic acid VME and altered epinephrine and norepinephrine ratio. അപ്പോൾ ഈ പെർട്ടിക്കുലർ ലീഷനിൽ പറയുന്നത് ഫിയോക്രോമോസൈറ്റോമാസ് ഉണ്ടാവാറുണ്ട്. അത് റിസൾട്ട് ചെയ്യുന്നത് ഡ്യൂ ടു ഇൻക്രീസ് ലെവൽ ഓഫ് ദിസ് പെർട്ടിക്കുലർ ആസിഡിൻ്റെ ഇൻക്രീസ് കൊണ്ടാണ്. ഓക്കെ, വിനൈൽ മാൻഡലിക് ആസിഡിൻ്റെ ഇൻക്രീസ് കൊണ്ടാണ് ഫിയോക്രോമോസൈറ്റോമാസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓൾട്ടേർഡ് ആയിട്ടുള്ള എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ റേഷ്യോ മൂലമാണ്. മെലനോട്ടിക് ന്യൂറോ എക്ടോഡെർമൽ ട്യൂമർ ഓഫ് ഇൻഫൻസി, അതർവൈസ് നോൺ ആസ് ബിനൈൻ ന്യൂറോ എക്ടോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ട്യൂമറാണ്. ന്യൂറോ എക്ടോഡെർമിൽ നിന്ന് ഡിറൈവ് ചെയ്ത ട്യൂമറാണ്, ബിനൈൻ ആണ്. വിത്ത് എ പ്രിഡിലക്ഷൻ ഓഫ് ദ ആൻറ്റീരിയർ മാക്സില ഇൻ യങ് പേഷ്യൻസ് ആണ്. അപ്പോൾ മെയിനായിട്ട് ചോദിക്കാറുള്ളത് യങ് പേഷ്യൻസിൽ കാണുന്ന ന്യൂറോ എക്ടോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ട്യൂമർ ഏതാണെന്നാണ്. അതാണ് മെലനോട്ടിക് ന്യൂറോ എക്ടോഡെർമൽ ട്യൂമർ ഓഫ് ഇൻഫൻസി. കമ്മിങ് ഓൺ ടു ദ ലാസ്റ്റ് സെഗ്മെൻറ്റ്, മെലനോട്ടിക് എക്ടോഡെർമൽ ട്യൂമർ ഓഫ് ഇൻഫൻസിയിലും അതുപോലെ തന്നെ നമ്മൾ സിപ്പിൾ സിൻഡ്രോമിലോ അല്ലെങ്കിൽ മെൻ സിൻഡ്രോമിൽ പറഞ്ഞ പോലെ VAMൻ്റെ വിനൈൽ മാൻഡലിക് ആസിഡിൻ്റെ ഇൻക്രീസ് വളരെ ഹൈ ആണ്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രോങ്ലി അസോസിയേറ്റ് വിത്ത് ദാറ്റ് ഓഫ് മെലനോട്ടിക് ന്യൂറോ എക്ടോഡെർമൽ ട്യൂമർ ഓഫ് ഇൻഫൻസി ആണ്. അപ്പോൾ ഹൈ യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് VAM കാണുന്നത് ഏത് ഡിസീസിലാണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് സീൻ ഇൻ മെലനോട്ടിക് ന്യൂറോ എക്ടോഡെർമൽ ട്യൂമർ ഓഫ് ഇൻഫൻസി. ആൻഡ് അത് സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്, അത് ന്യൂറൽ ക്രസ്റ്റ് ഒറിജിൻ്റെ നിന്നാണ് ഈ പെർട്ടിക്കുലർ ലീഷൻ ഉണ്ടാവുന്നതെന്നാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്, പ്രസൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ആസിഡ് ഇൻ യൂറിൻ. അപ്പോൾ വിത്ത് ദിസ് നമ്മൾ ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ എൻഡിലേക്ക് വരികയാണ്. താങ്ക്സ് എവ്രി വൺ ഫോർ വാച്ചിങ്. ഒത്തിരി റിവൈസ് ചെയ്യുക, എന്നാൽ മാത്രമേ റിക്കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓഫ് ഓറൽ ക്യാവിറ്റി. അത് 3 ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എളുപ്പത്തിന് അത് റിവൈസ് ചെയ്യാനാണ് സെക്ഷൻ വൈസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്തത് അതിൻ്റെ ഡെവലപ്മെൻറ്റൽ അനോമലിയുടെ തുടക്കം എങ്ങനെയാണ്, അതായത് ഡെവലപ്മെൻറ്റൽ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2 നമ്മൾ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ്, ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് എപ്പിത്തീലിയൽ ട്യൂമേഴ്സാണ് ഡിസ്കസ് ചെയ്ത്. ആൻഡ് ലാസ്റ്റ് പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ നല്ലോണം റിവൈസ് ചെയ്യുക, MCQs സോൾവ് ചെയ്യുക, ആൻഡ് സക്സസ് വിൽ ഫോളോ. താങ്ക് യു.